ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം രണ്ടാം മന്ത്രം 51-ാം പേജിൽ ടീക്കയിൽ 9-ാമത്തെ പങ്ക്തി മുതൽക്ക് തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങാം. പക്ഷെ അതിന്റെ മുന്നേ നിങ്ങൾ ഈ ബന്ധം മനസ്സിലാക്കണമെങ്കിൽ 50-ാമത്തെ പേജിൽ ഭാഷ്യം കണ്ടു വന്നോ. ഭാഷ്യം മാത്രം എന്താ പറയുന്നത്? രണ്ടാമത്തെ പങ്ക്തിയിൽ ഞാൻ ഇഹാബി തദൈവ ഉപന്യസ്തം ജന്മാദിസൂത്രേ ഇഹാബി ജന്മാദിസൂത്രേ, ഈ ജന്മാദിസൂത്രത്തിലും തദൈവ അനുമാനം തന്നെയല്ലേ നിരൂപണം ചെയ്യാൻ തുടങ്ങിയത്, അല്ലാതെ ശ്രുതിയെ അല്ലല്ലോ. സിദ്ധാന്തി പറയണ്ട. വേദാന്ത വാക്യ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രാണാം, സൂത്രങ്ങളുടെ സ്വഭാവം തന്നെ വേദാന്ത വാക്യങ്ങളെ കോർത്തിണക്കുക എന്നുള്ളതാകുന്നു. അതുകൊണ്ട് വേദാന്ത വാക്യങ്ങളുടെ നിരൂപണമാണ് ഇവിടെ സൂത്രം ചെയ്യുന്നതല്ലാതെ അനുമാന പ്രയോഗമല്ല. വേദാന്ത വാക്യാനി ഹി സൂത്രേണ ഉദാഹൃത്യ വിചാര്യത്തെ, വേദാന്ത വാക്യങ്ങളെ സൂത്രങ്ങളാൽ ഉദാഹരിച്ചും കൊണ്ട് കൊണ്ടുവന്നിട്ട് വിചാരം ചെയ്യപ്പെടുന്നത്. വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർവൃത്താഹി ബ്രഹ്മാപഗതിർ ന അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത. ഇവിടെ ഇപ്പോൾ രണ്ട് വിധജ്ഞാനം അല്ലെ. വാക്യാർത്ഥ വിചാരണ അധ്യവസാനം, വാക്യത്തിന്റെ അർത്ഥം വാക്യാർത്ഥം, അതിന്റെ വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താത്പര്യ നിശ്ചയം. അല്ല, വിചാരണ വഴിയുള്ള അധ്യവസാനം വരെ അർത്ഥം എടുക്കുക താത്പര്യ നിശ്ചയം. ടീക്ക് എന്ന് പറഞ്ഞാല് ശ്രുതിയുടെ വിചാരം എങ്ങനെ നടത്തും? ഉപക്രമ ഉപസഹാരാദി ലിംഗങ്ങളാലോ അഥവാ ശ്രുതിലിംഗവാക്യ പ്രകരണ സമാഖ്യ ഇത്യാദികളാലോ ആ വാക്യത്തിനെ വിചാരം ചെയ്യാം. ആ വിചാരം വഴി അർത്ഥനിശ്ചയം നടത്തും. ഇതാണ് ആ വാക്യത്തിന്റെ താത്പര്യ നിശ്ചയം. അതേപോലെ പ്രമേയ സംഭവ നിശ്ചയമോ നമ്മൾക്ക് വാക്യാർത്ഥ വിചാരണ അധ്യവസാനത്താൽ എടുക്കാം. അതിൽ നിന്ന് ഉത്പന്നമാവുന്നതാണ് നിർവൃത്ത എന്ന സമ്പന്ന ഉത്പന്ന എന്ന് മനസ്സിലാക്കിക്കോളെ. ഏത്? ബ്രഹ്മാവഗതി. ഈ ബ്രഹ്മാവഗതി എന്നുള്ളത് അപരോക്ഷ ജ്ഞാനമാണ്. ഈ അപരോക്ഷ ജ്ഞാനം ന അനുമാനാദി പ്രമാണാന്തര നിർവൃത്ത, അനുമാനാദി അന്യപ്രമാണത്താൽ സമ്പന്നമാവുന്നതല്ല ഈ ബ്രഹ്മജ്ഞാനം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രമാണം വഴി മാത്രമാണ് ഞാൻ ഉത്പന്നമാവുന്നത്. അവിടെയാണ് പൂർവപക്ഷിക്ക് അഭിപ്രായം അനുമാനാദി പ്രമാണത്താലും ബ്രഹ്മജ്ഞാനം ഉത്പന്നമാവാം. അല്ലാതെ പ്രമാണ വ്യതിരിക്തമായിരിക്കുന്ന ഉപാസനാദികളിൽ നിന്ന് ഞാൻ ഉത്പന്നമാവും എന്നുള്ളത് നമ്മൾ എടുക്കുന്നേ ഇല്ലെന്ന് മനസ്സിലായോ? ആ ഒരു പ്രസംഗത്തിന് ഒരു സാധ്യതയും നിലനിർത്തുന്നില്ല ഇവിടെ. വെക്കുന്നത് കേവലം പ്രമാണത്തിൽ നിന്നുള്ള ജ്ഞാനോത്പത്തിയാണ്. ഇതെന്തുകൊണ്ട് എങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? നമ്മളെ മുന്നിൽ നിഷ്പ്രമാണകന്മാർ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പോകേണ്ടി വരുന്നത്. ചിലർ ചോദിക്കും, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ഗുരുക്കന്മാരുടെ കൃപയുള്ളത് കൊണ്ടാണ്. കാരണം തെറ്റങ്ങളെല്ലാം ഉപാസനയാൽ ഞാൻ എപ്പം കിട്ടുന്നുള്ള കണ്ടീഷനിലാണ്. നിങ്ങൾ ഏത് പ്രസ്ഥാനം എടുത്ത് നോക്കിയാൽ മതി. ഒറ്റയ്ക്ക് ഉപാസന വഴി ഉപാസനയെ ഖണ്ഡിക്കുന്നതല്ല അത്. ഉപാസനകൻ ഉപാസന ചെയ്യട്ടെ. ഹിരണ്യഗർഭ ഉപാസന സന്യാസിക്ക് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ബൃഹദാരണ്യത്തിൽ കാണാം. അത് ഏത് സന്യാസിയാണ്? ആർക്കാണ് വിചാരത്തിൽ സാമർഥ്യമില്ലാത്തത്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അത് ക്രമമുക്തിക്ക് കാരണമാണ്. സദ്യോമുക്തിക്ക് കാരണമായിരിക്കുന്നത് വിചാരം മാത്രമാണ്. അത് ജ്ഞാനത്തിൽ അവസാനിക്കുകയാണ്. അപ്പൊ ഉപാസന ജ്ഞാനത്തിൽ അവസാനിക്കത്തില്ലേ? ജ്ഞാനത്തിൽ അവസാനിക്കുകയായിരുന്നെങ്കിൽ ക്രമമുക്തി എന്ന് പറയായിരുന്നോ? മനസ്സിലായോ? സദ്യോമുക്തി വരേണ്ടതാണ്. അതുകൊണ്ട് എന്ത് പറ്റത്തില്ല? സഗുണത്തിൽ നിർഗുണത്തിലേക്കോ നിർഗുണത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനത്തിലേക്കോ കടക്കാൻ പറ്റൂല കുട്ടികളെ. ഇതൊക്കെ ആരാ തള്ളുന്നത്? ഗുരുക്കന്മാർ. ഏത്? ശാസ്ത്രാപരിചിതന്മാര്. നമ്മുടെ മുന്നിൽ അവരാ ഉള്ളത്. അതുകൊണ്ട് നമുക്കിത് ശഠിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ രീതി. നിങ്ങളൊന്ന് കണ്ടിച്ച് കാണിച്ചെന്ന്. ഭാഷകാരന്റെ വചനമാണിത്. ഇതറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഉപാസനയല്ല വിചാരമാണ് കാരണം എന്ന് പറഞ്ഞാൽ എതിരിടുന്ന ആൾക്കാർക്ക് ശാസ്ത്രസംഗതി അറിയത്തില്ല എന്നർത്ഥം. സന്യാസിയാണെങ്കിലും വേണ്ടില്ല, അസന്യാസനാണെങ്കിലും വേണ്ടില്ല. നമ്മെന്ന് സ്വാമിജി, ആ, നമ്മളിപ്പോ ധ്യാനയോഗത്തിലും ഭഗവാൻ ഉപാസന മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതെയോ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ധ്യാനയോഗത്തിലും മറ്റ് പ്രാണായാമം ഇത്യാദിയിലൂടെ ആ, എന്നെ പ്രാപിക്കും, അല്ലെങ്കിൽ മുക്തി പ്രാപിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ക്രമമുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലേ? അങ്ങനെയാണ്. അതെ. ഇത് എവിടെ പങ്ക്തി കിട്ടിക്കഴിഞ്ഞാലും തിരിച്ചിങ്ങനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ആദ്യകാലത്ത് ടീക്കാകാരന്മാർ പറയും ഈ പങ്ക്തി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. പിന്നെ പിന്നെ പറയത്തില്ല അവര്. കാരണം ഇത് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ അവരപ്പോഴേക്കും അങ്ങ് പോകും. അപ്പം പിന്നെ ചാടി കയറിയിട്ട്, അതായത് നിങ്ങൾക്കിനി ബ്രഹ്മസൂത്രം മുന്നോട്ട് പോയാൽ ജപം കൊണ്ട് പോലും ജ്ഞാനം കിട്ടുന്നുള്ള രീതിയിൽ വരും. അപ്പൊ എന്ത് ചെയ്യും? മനസ്സിലായോ? അപ്പൊ അവിടെ ശഠിക്കാൻ പറ്റും. ജപിച്ചത് കൊണ്ട് എന്റെ അച്ഛന് ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്, അമ്മാവനാണെങ്കിൽ തലകുത്തി നിന്നിട്ടാ ജ്ഞാനം ഉണ്ടായതെന്ന് പറ്റത്തില്ല. അപ്പൊ അവിടെ എല്ലാവിടെയും കൊണ്ടുവരണം. ജപാണെങ്കിലും വേണ്ടിയില്ല, ഈശ്വരകൃപയാണെങ്കിലും വേണ്ടിയില്ല, ഉപദേശം കൊണ്ട് മാത്രം ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ.
അവിടെ ഉപാസന ചെയ്യുകയോ അല്ലെങ്കിൽ യോഗ ശാസ്ത്രത്താലുള്ള സമ്പ്രജ്ഞാത സമാധിയിൽ അല്ലെങ്കിൽ അസംപ്രജ്ഞാതയിൽ എത്തിച്ചേർന്നവന് അത്രയും അന്ധകരണ ശുദ്ധി ഉള്ളത് കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ വിചാരം ചെയ്യാതെ തന്നെ, വിചാരം അത്യാവശ്യമാണ്, പക്ഷെ അവന്റെ അന്ധകരണം ശുദ്ധമായതുകൊണ്ട് ശ്രവണാദികൾ പെട്ടെന്ന് നടക്കും. അത്രയേ ഉള്ളൂ. അപ്പോഴും ശ്രവണാദികളിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. മനസ്സിലായി? നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും, കരലേഖി ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദാന്തം മനസ്സിലാക്കാൻ പറ്റുന്നവൻ വേദാന്തത്തിൽ മാത്രം ചരിക്കുക, അവൻ അതൊഴിവാക്കിയിട്ട് മറ്റു മാർഗങ്ങളിലേക്ക് പോകാതിരിക്കുക. ആ, അപ്പോൾ എവിടെ എത്തി? വാക്യാർത്ഥ വിചാരണ അവഗതി ബ്രഹ്മാവഗതിർ. ബ്രഹ്മ അവഗതി ബ്രഹ്മജ്ഞാനം എങ്ങനെ വരുന്നതാണ്? വേദാന്ത വാക്യ വിചാരത്താൽ വരുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ എഴുതണ്ടേ, ചിലർക്ക് വേദാന്ത വാക്യ വിചാരം, ചിലർക്ക് ഉപാസന, ചിലർക്ക് പ്രാണായാമം എന്ന് എഴുതാൻ പറ്റുമോ? പ്രാണായാമം പ്രമാണമല്ല, അതുകൊണ്ടാണ് പ്രശ്നം. ടീക്കേ, അതിന്റെ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരത്തില്ല. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അത് മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണമാണ് ഈ ഗുരുക്കന്മാർ. അവര് നശിപ്പിച്ച വെച്ചൊരു ഫീൽഡാണിത്. അപ്പൊ ഗുരു ചോദിക്കുകയാണ്, ബ്രഹ്മ നിത്യശുദ്ധനാണെങ്കിൽ നിനക്കെന്ത് കിട്ടി? നീ നിത്യശുദ്ധനാണോ? നിനക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ നിത്യശുദ്ധനായിരുന്നു പറയാമായിരുന്നു. അതുകൊണ്ട് മിണ്ടാതിരുന്നോളണം, മര്യാദയ്ക്ക് ഉപാസന ചെയ്ത് ജീവിച്ചോ. ഇതാണോ രീതി? നമ്മൾ അറിയാത്തത് കൊണ്ട് ബ്രഹ്മ അശുദ്ധാവുമോ? ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അറിയാത്ത വസ്തു അത് അതിന്റെ സ്വരൂപം മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിരിച്ച് ചോദ്യം ചോദിക്കാൻ അങ്ങേർക്ക് ശിഷ്യന്മാരില്ലായിരുന്നു എന്നുള്ളത്, അങ്ങേര് രക്ഷപ്പെട്ടു. അങ്ങേരുടെ തലത്തിലുള്ള ശിഷ്യന്മാരെ അങ്ങേര് കിട്ടിയിട്ടുള്ളായിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ കുഞ്ഞുങ്ങൾ ചെറിയ ചോദ്യമായിട്ട് തമാശക്ക്, ഇത് സ്പിരിച്വൽ തമാശകളാണ് ഇതൊക്കെ, അല്ലാതെ അതിൽ കാര്യമൊന്നും. നോക്കിയോ, സത്സു ഹി വേദാന്ത വാക്യേഷു ജഗതോ ജന്മാദി കാരണവാദിഷു തദർത്ഥ ഗ്രഹണദാർഢ്യായ അനുമാനമപി വേദാന്ത വാക്യ അവിരോധി പ്രമാണം ഭവൻ ന നിവർത്യത്തെ ശ്രുത്യാ ഏവ ച സഹായത്വേന തർക്കസ്യ അഭിഭേയത്വാത്. സസ്വഹി വേദാന്ത വാക്യേഷു ജഗതോ ജന്മാദി കാരണവാദിഷു. ജഗത്തിന്റെ ജന്മസ്ഥിതി പ്രളയാദികളെ പറയുന്ന വേദാന്ത വാക്യങ്ങൾ ഇരിക്കെ തദർത്ഥ ദാർഢ്യായ, അപ്പൊ വേദാന്ത വാക്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വിചാരം നടത്തിയാൽ എന്ത് മനസ്സിലാവും? ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ഒരു ബ്രഹ്മവസ്തു ഉണ്ട് എന്ന് മനസ്സിലാവും. ഇത് നിങ്ങൾ വാസ്തവത്തിൽ എങ്ങനെയാണോ? ജഗത്തിന് അങ്ങനത്തെ ഒരു സ്രഷ്ടാവുണ്ടോ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് അങ്ങാടിയിൽ ദാവാ ടീം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ബീച്ചിൽ, അവരുടെയും ചോദ്യം ഇതാണ്, ജഗത്തിന് ഒരു കർത്താവ് വേണ്ടേ? അപ്പൊ കുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതില്ലേ? ഇപ്പൊ എന്താ, ഞാൻ വിശ്വസിക്കുന്നില്ല. പെട്ടൂലേ? വേദാന്തം സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കർത്താവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എങ്ങനെ പറഞ്ഞു പോകുന്നത്? അത്രയും മനസ്സിലാവുന്നവന് ഇത്രയും പറയുന്നത് മാത്രം. നിങ്ങളെ വേദാന്ത സിദ്ധാന്തത്തിൽ ജഗത്തുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്ത ജഗത്തിന് ഒരു സ്രഷ്ടാവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇത് ടോപ്പ് ഓർഡർ വേദാന്തം. മിഡീവിയൽ വരുമ്പോഴാണ് നമ്മൾ ആ ജഗത്തിനെ മാനിച്ചിട്ട്, ഓക്കെ, ഇതിന്റെ കർത്താവ് ഇരിക്കട്ടെ, ഒരു നിലവാരത്തിൽ ഇരിക്കട്ടെ, ഇതെങ്കിലും ആദ്യം മനസ്സിലാക്കുക, അടുത്ത് പിന്നെ പറയാം. വരാണ് ആ തദർത്ഥ ദാർഢ്യായ വേദാന്ത വാക്യാർത്ഥത്തിന്റെ ദൃഢതയ്ക്കായിട്ട് വേദാന്ത വാക്യ അവിരോധി, വേദാന്ത വാക്യമായിട്ട് വിരോധം ഉണ്ടാകാൻ പാടില്ല. അവിരോധികളായിരിക്കുന്ന അനുമാനം നമ്മൾക്ക് സ്വീകാര്യമാണ്. പ്രമാണം ഭവൻ ന നിവർത്യതേ. പ്രമാണമായിക്കൊണ്ട്, അനുമാനാദികൾ പ്രമാണമായിക്കൊണ്ട് അതിനെ നമ്മൾ നിവാരണം ചെയ്യുന്നില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശ്രുത്യ ഏവച്ച സഹായത്വേന തർക്കസ്യ അഭിഭേയത്വാകും. ശ്രുതി തന്നെ തർക്കത്തെ സ്വീകരിക്കുന്നുണ്ട്. ഏതിന്? തനിക്ക് സഹായമായിക്കൊണ്ട്. തഥാഹി ശ്രോതവ്യം മന്തവ്യ ഇത് ശ്രുതി പണ്ഡിതോ മേധാവി ഗന്ധാരാനേവ ഉപസംബദ്ധ്യേത ഏവമേവ ഇഹ ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിരം യാവനേ മോക്ഷ അത സമ്പത്സ്യേ ഇതി പുരുഷബുദ്ധി സഹായം ആത്മനോ ദർശയതി. ആത്മനഃ എന്ന് ഉദ്ദേശിച്ച ആരെയാ? ആത്മശബ്ദത്തിന് എന്താ അർത്ഥം? ഇന്നലെ എഴുതിയല്ലോ, ആലോചിച്ചു നോക്ക്. ശ്രുതി ശ്രുതി ശ്രുതി. ठीक है, ആത്മനഃ ശ്രുത്യഃ. ശ്രുതിക്ക് ശ്രുതേഹേ, ठीक है, ശ്രുത്യഃ ശ്രുതേ രണ്ട് രൂപം വരും. ശ്രുതിക്കും എന്തുണ്ട്? പുരുഷബുദ്ധിയുടെ ആവശ്യമുണ്ട്, സഹായമുണ്ട്. എന്ന് പറഞ്ഞാൽ പുരുഷബുദ്ധി എവിടെയാ വരുന്നത്? അനുമാനാദികളിലാണ് പുരുഷബുദ്ധി പ്രയോഗിക്കുന്നത്. അവിടെ നമുക്ക് ശ്രുതി പുരുഷന്റെ ബുദ്ധിയെയും ആശ്രയിച്ചും കൊണ്ടാണ് ജ്ഞാനത്തെ ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രുതി ജ്ഞാനത്തെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അനുമാനാദികളെ ആശ്രയിച്ചും കൊണ്ടാണ് ശ്രുതി, ദൃഢതയ്ക്ക് വേണ്ടി കേട്ടോ. അനുമാനാദികൾ ഇല്ലെങ്കിൽ ദൃഢത ഉണ്ടാകത്തില്ല. ദൃഢമായിരിക്കുന്ന ജ്ഞാനമേ അജ്ഞാനത്തെ നശിപ്പിക്കത്തുള്ളൂ. അതിനുവേണ്ടി അനുമാനം പ്രയോഗം നടത്തും. അതിന് ദൃഷ്ടാന്തം കാണിച്ചതാണ് പണ്ഡിതോ മേധാവി എന്നൊക്കെ പറഞ്ഞ ശ്രുതികൾ. ഇത്രയും ഭാഗം നിങ്ങളുടേത് കഴിഞ്ഞതാണ്. ഇനി എന്താണ് വരുന്നത്? ഇതിച്ച പുരുഷബുദ്ധി. ഓക്കെ, ഇനി ടീക്ക നോക്കിയോ. നനു ബ്രഹ്മണോ മരണാദ്യപേക്ഷാനയുക്ത വേദാർത്ഥത്വാദ് ധർമ്മവാദ്. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്.
ബ്രഹ്മത്തിന് മരണാദി അപേക്ഷ ശരിയല്ല. ഇത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്. അതെന്തുകൊണ്ടാ ശരിയല്ലെന്ന് പറയുന്നത്? വേദാർത്ഥത്വ വേദത്തിന്റെ അർത്ഥമായതുകൊണ്ട്. അല്ല, എവിടെയെങ്കിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തം പറയാൻ പറ്റുമോ വേദാർത്ഥമായത് മരണാദികളെ അപേക്ഷിക്കുന്നില്ല എന്നുള്ളത്? അതെ. എവിടെ? ധർമ്മവത്. ധർമ്മശബ്ദത്തിന് കർമ്മം എന്ന് അർത്ഥമുണ്ട്. കർമ്മജന്യ ധർമ്മവും കർമ്മവും ഒരേപോലെ ധർമ്മശബ്ദത്തിന്റെ അർത്ഥങ്ങളാണ്. നിങ്ങൾക്ക് പങ്ക്തിനി അങ്ങനെയാ കാണുക. അപ്പോൾ ധർമ്മത്തിന്റെ കാര്യത്തിൽ ധർമ്മം വേദാർത്ഥമല്ലേ? അതെ. അവിടെ മരണാദികളെ അപേക്ഷയുണ്ടോ? ഇല്ല. പിന്നെയോ ശ്രുതിയിൽ പറഞ്ഞതുകൊണ്ട് അതേപോലെ ഇങ്ങോട്ട് ചെയ്താൽ മതി നിങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്? മരണാദികൾ അപേക്ഷയുണ്ട്. ജിജ്ഞാസ്യേ ഞാൻ ബ്രഹ്മണോ മരണാദ്യപേക്ഷാനയിത്ത. ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ മരണാദികളെ അപേക്ഷിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാ? വേദത്തിന്റെ അർത്ഥമായതിനാൽ എന്ന് പറഞ്ഞാല് ശ്രുതിലിംഗ വാക്യ പ്രകരണാദികൾ മാത്രം മതി എന്നാണ് ഉദ്ദേശിച്ചത് പൂർവപക്ഷി. ഏതിന്? ബ്രഹ്മബോധത്തിനായിട്ട്. അവിടെ മരണാദികൾ അപേക്ഷയില്ല. ഏതുപോലെ? ധർമ്മം പോലെ. കിന്തു ശ്രുതിലിംഗാദയ ഏവ അപേക്ഷിത ഇതി അതാഹ. മറിച്ച് ശ്രുതി ലിംഗ വാക്യ പ്രകടന സ്ഥാന സമാഖ്യ. ഇത് ശരിക്ക് വേദത്തിന്റെ അംഗാംഗി ബോധക സ്ഥലത്താണ് ഇത് വരേണ്ടത്. ഇതിപ്പം ഈ ടീക്കയിലും ഭാഷ്യരത്ന പ്രഭയിലും ഭാമതിയിലും ഒക്കെ ശ്രുതിലിംഗാദികളെയും കൊണ്ടുവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈശാവാസ്യം തുടങ്ങിയ ഓർമ്മയുണ്ടോ? ഉപക്രമ ഉപസഹാരാദികളെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. രണ്ടും രണ്ട് രീതികളാണ്. ഉപക്രമോപസാരം ഒരു വാക്യാർത്ഥ നിർണയം നടത്താൻ വേണ്ടി ചെയ്യുന്നതാണത്. ശരിക്കും ശ്രുതിലിംഗാദികള് അംഗാംഗിഭാവം ബോധിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. എന്നാലും അതിലൂടെ ശ്രുതിയുടെ അർത്ഥനിർണയം നടക്കുകയല്ലേ. നിരപേക്ഷോരവ ശ്രുതി എന്ന് പറയും. എല്ലാം ശ്രുതികളല്ല അവിടെ. നമ്മുടെ നോട്ടത്തിൽ എല്ലാം ശ്രുതിയായിട്ടാണ് തോന്നുന്നത് വാക്യങ്ങളെല്ലാം. അതിൽ തന്നെ വിഭാഗം ചെയ്യുന്നതാണ്. നേരിട്ട് തന്നെ ആ കാര്യത്തെ ബോധിപ്പിക്കുന്നത് യജേത സ്വർഗാമ ഇത്യാദികളൊക്കെ ശ്രുതിയിൽ പെടും. ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് ശ്രുതി ലിംഗം, ശബ്ദ സാമർത്ഥ്യ ലിംഗം, ശബ്ദത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് അതിന്റെ അർത്ഥനിശ്ചയം നടത്താൻ പറ്റും. വാക്യം ഇങ്ങനെ പോകും പ്രമാണം. അതുകൊണ്ട് പറയാണ് ശ്രുതി ലിംഗ വാക്യാദേഹ ഏവ കിം അപേക്ഷിത. വേദ അതായത് ബ്രഹ്മവസ്തു മരണാദികളെ അപേക്ഷിക്കുന്നില്ല, മറിച്ച് ധർമ്മം പോലെ തന്നെ ശ്രുതിലിംഗ വാക്യാദികളെ അപേക്ഷിക്കുന്നുള്ളൂ. അതാഹ. അതിന് ഉത്തരം പറയാണ് ഇനി സിദ്ധാന്തി. 51-ാം പേജിൽ ഭാഷ്യം അവസാന പങ്ക്തി മുതൽക്ക് നോക്കിക്കോ. 5-ാം പങ്ക്തി. ന ധർമ്മജിജ്ഞാസായാം ഇവ ശ്രുത്യാദേ ഏവ പ്രമാണം ബ്രഹ്മജിജ്ഞാസായാം. ധർമ്മ ഇവ ബ്രഹ്മേ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ധർമ്മത്തിൽ ഇതുപോലെ ബ്രഹ്മത്തിൽ അങ്ങനെയല്ല. ഇപ്പൊ ടീക്കയിൽ അങ്ങനെ ഒരു പങ്ക്തി. ധർമ്മജിജ്ഞാസായാം ഇവ എപ്രകാരം ധർമ്മജിജ്ഞാസയില് ശ്രുത്യാദേവ പ്രമാണം, ശ്രുത്യാദികൾ ശ്രുതിലിംഗവാക്യ പ്രകടനസ്ഥാന സമാഖ്യ പ്രമാണങ്ങൾ അവ മാത്രമാകുന്നുവോ നതു ബ്രഹ്മജിജ്ഞാസായാം. ബ്രഹ്മജിജ്ഞാസയിൽ ശ്രുതിലിംഗവാക്യ 6 പ്രമാണങ്ങൾ മാത്രമല്ല പ്രമാണങ്ങൾ. പിന്നെയോ കിന്തു ശ്രുത്യാദയോ അനുഭവാദയശ്ച യഥാസംഭവം ഇഹ പ്രമാണം. ശ്രുത്യാദികൾ പ്രമാണമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ശ്രുത്യാദികളെല്ലാം പ്രമാണങ്ങളായതുപോലെ തന്നെ അനുഭവം എന്നുള്ള സാക്ഷാത്കാരം പ്രമാണമാകുന്നു. അതെന്താ? ജ്ഞാനിയുടെ അനുഭവം, ജ്ഞാനിയെ സംബന്ധിച്ച് വസ്തു ഉണ്ട് എന്നുള്ളതിന്റെ സിദ്ധിക്ക് കാരണമല്ലേ? നമ്മളെ അനുഭവമല്ലേ, ജ്ഞാനിയുടെ അനുഭവത്തെ എടുത്താ പറയുന്നത്. അവിടെ യഥാസംഭവം എവിടെ ഏതിനെ അന്വയിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് മനസ്സിലായിക്കൊള്ളുകയാണ്. ടീക്കേ ഇഹ പ്രമാണം. അതെന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങള്? അനുഭവ അവസാനത്വാത് ഭൂതവസ്തു വിഷയത്വാച്ച ബ്രഹ്മജ്ഞാനസ്യ. അണ്ടർലൈൻ ചെയ്തത് അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ബ്രഹ്മജ്ഞാനം. ഈ അവസാനത്തെ ബ്രഹ്മജ്ഞാനത്തിന്റെ അർത്ഥം എന്താ? ബ്രഹ്മാവഗതി, വ്യക്തീകരിക്കണം. അപരോക്ഷജ്ഞാനം. അല്ല, തലതിരിച്ച്. അനുഭവ അവസാനത്വാന്ന് പറഞ്ഞല്ലേ, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ആര്? ബ്രഹ്മജ്ഞാനം. അപ്പൊ ബ്രഹ്മജ്ഞാനം പരോക്ഷജ്ഞാനം. പരോക്ഷജ്ഞാനം പോയിട്ട് സ്വന്തം അപരോക്ഷമായിരിക്കുന്ന അനുഭവത്തിൽ അവസാനിക്കുന്നതാകുന്നു. അപ്പൊ ബ്രഹ്മജ്ഞാനം പോലെ 2 വിധമുണ്ടോ? ഉണ്ട്. ഉണ്ട്. പരോക്ഷം അപരോക്ഷം. പരോക്ഷം. പണ്ട് ഞാൻ കേരളത്തിലൂടെ പോകുന്ന സമയത്ത് കേരളത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ആചാര്യൻ എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ജ്ഞാനം എന്താ 2 വിധം ഉണ്ടോ? ടീക്ക് ഞാൻ പറയും. ജ്ഞാനം 2അല്ല, എത്ര വിധം വേണം എന്ന് പറ. ടീക്ക് അങ്ങോട്ട് എത്ര വേണം ഉണ്ടായിത്തരാൻ. ബ്രഹ്മജ്ഞാനമുണ്ട്, പ്രമാത്മകമുണ്ട്. അവിടെ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ 2 ശാസ്ത്രത്തിൽ നിന്ന് ആദ്യം പരോക്ഷജ്ഞാനം ഉണ്ടായ ശേഷം അത് അപരോക്ഷത്തിൽ എത്തിച്ചേരും. പക്ഷെ നിങ്ങളുടെ വാർത്തക പ്രസ്ഥാനത്തിനനുസരിച്ച്
ബ്രഹ്മവസ്തു അപരോക്ഷമായതിനാൽ അതിന്റെ പരോക്ഷജ്ഞാനം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അന്നപ്പോൾ ആദ്യം തന്നെ അപരോക്ഷജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെടൂലേ? ഇല്ല. ആദ്യം ഉണ്ടായിരിക്കുന്ന അപരോക്ഷജ്ഞാനം ദൃഢമല്ല. ദൃഢമായിരിക്കുന്ന അപരോക്ഷജ്ഞാനമാണ് അജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുക. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് അദൃഢമായിരിക്കുന്ന അപരോക്ഷജ്ഞാനം, പിന്നെ അത് ദൃഢമായ അപരോക്ഷജ്ഞാനമായി മാറും. ഇങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ? ആചാര്യന്മാരുടെ മതത്തിലുള്ള വ്യത്യാസം മാത്രമാണ്, അഭിപ്രായ വ്യത്യാസം മാത്രമാണ്. അപ്പോൾ അനുഭവത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തത് ഭൂതവസ്തു. ഭൂതം എന്ന് പറയുന്ന അർത്ഥം സിദ്ധം എന്നാണ്. ഉള്ളത് എന്നല്ലേ? ഭൂതം കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നർത്ഥം. അത് ഉണ്ടാക്കേണ്ടതല്ല, സാധ്യമല്ല, സിദ്ധമാണ്. അതുകൊണ്ടാണ് ഭൂതവസ്തു. ഭൂതമായിരിക്കുന്ന സിദ്ധമായിരിക്കുന്ന വസ്തുവിനെ വിഷയീകരിക്കുന്നതാണ് ആര്? ബ്രഹ്മജ്ഞാനം. അപ്പൊ രണ്ടെണ്ണം. ബ്രഹ്മജ്ഞാനം സിദ്ധവസ്തുവിനെ വിഷയീകരിക്കുന്നതാണ്, അനുഭവത്തിൽ അവസാനിക്കുന്നതാകുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? കേവലം ശ്രുത്യാദികൾ മാത്രമല്ല പ്രമാണം. ശ്രുത്യാദികൾ മാത്രം പ്രമാണമായ സ്ഥലത്ത് വസ്തു സിദ്ധവസ്തു അല്ല, സാധ്യവസ്തുവാണ്, സ്വർഗാദികളാണ്. അത് അനുഭവത്തിൽ ചെന്ന് അവസാനിക്കത്തുമില്ല. മനസ്സിലായോ? പിന്നെയോ അത് ശരീരം വിട്ട ശേഷം അവിടെ പോയിട്ട് അനുഭവിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾക്ക് അപരോക്ഷീകരിക്കാൻ പറ്റത്തില്ല. അതായത് കൃഷിയാദികൾ ചെയ്താല് അത് ദൃഷ്ടഫലകമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് അനുഭവ അവസാനത്വ എന്നുള്ളത് ദൃഷ്ടഫലകത്വ എന്ന് മനസ്സിലായിക്കോളുക. ഫലം ദൃഷ്ടമാണ്. അദൃഷ്ടമായിരിക്കുന്ന ഫലമായിട്ടാണ് എന്ത് മാറുന്നത്? സാധ്യവസ്തു മാറുന്നത്. അവിടെ ശ്രുത്യാദികൾ മാത്രമാണ് പ്രമാണം. എവിടെ? സ്വർഗാദികളുടെ കാര്യത്തിൽ. ഇവിടെ വസ്തു സിദ്ധമാണ്, അതേപോലെ അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. എന്ന് പറഞ്ഞാല് ദൃഷ്ടഫലകമാണ്. അവിടെ കേവലം ശ്രുത്യാദികൾ മാത്രം പ്രമാണം പോരാ, അപരോക്ഷത്തിൽ എത്തിച്ചേരാൻ. കാരണം ഈ ശബ്ദത്തിൽ നിന്ന് പരോക്ഷജ്ഞാനം ഉണ്ടായ ശേഷം അപരോക്ഷജ്ഞാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ അവിടെ അന്യപ്രമാണങ്ങളായിരിക്കുന്ന അനുമാനാദികളുടെ അപേക്ഷയുണ്ട്. അപ്പൊ ഭാഷ്യകാരന് സമ്മതമാണോ അനുമാനാദികൾ അപേക്ഷിക്കുന്നുണ്ട് ശാസ്ത്രം എന്നുള്ളത്? ആണ് അല്ലേ? ഇനി നമുക്ക് പറയാൻ പറ്റുമോ ന്യായം എന്നുള്ളത് ബുദ്ധി കസർത്താണ്, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സ്പെഷ്യൽ ടീമുകളാണ്, പരമാത്മാവ് നേരിട്ടുണ്ടാക്കി വിട്ടതാണ് ഞങ്ങളെ കുറച്ച് പേര്, അങ്ങനെയുണ്ട്. അവര് പറയുന്നതെന്ന് പറഞ്ഞാല് ന്യായം അത് ബുദ്ധി കസർത്ത്, നമ്മൾക്ക് ബ്രഹ്മത്തെ അറിഞ്ഞാൽ മതി. ഇങ്ങനെ എന്തൊക്കെ തള്ളു കേൾക്കണം ഈ ഫീൽഡിൽ. ഇവരെന്തോ വലിയ ശുദ്ധന്മാരിട്ടോ, അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. ഒന്നുമല്ല, അവർക്ക് ന്യായം പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പിന്നെ തെറി പറയുന്നതിന്റെ രീതിയാണിത്. ഇത് ബുദ്ധി കസർത്ത് കളിക്കുക എന്നുള്ളതാണ്. എന്ത്? ന്യായം പഠിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി ഇത്രയും ഭാഗത്തിന്റെ ടീക്ക കഴിഞ്ഞ പേജ് മുതൽക്ക് നോക്കി 51-ാം പേജില് ജിജ്ഞാസ്യെ ധർമ്മ ഇവ ജിജ്ഞാസ്യെ ബ്രഹ്മണീതി വ്യാഖ്യേയം. അതായത് നമ്മൾ ഒന്നാം പങ്ക് തുടങ്ങുന്നില്ലേ? ഇത് ധർമ്മജിജ്ഞാസായമേവ ബ്രഹ്മജിജ്ഞാസായ. അതിനെങ്ങനെ അന്വയിക്കുക? ജിജ്ഞാസ്യ വസ്തുവായിരിക്കുന്ന ധർമ്മത്തിലുള്ളതുപോലെ ജിജ്ഞാസ വസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തിൽ കേവലം ശ്രുത്യാദികൾ മാത്രമല്ല അപേക്ഷ എന്ന് അന്വയിക്കുക. അനുഭവവും എന്താർത്ഥം? അനുഭവം ബ്രഹ്മസാക്ഷാത്കാരാക്യോ വിദ്വത് അനുഭവ. വിദ്വാന്റെ അനുഭവം എന്നുള്ള ബ്രഹ്മസാക്ഷാത്കാരത്തെയാണ് നമ്മളിവിടെ അനുഭവം കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇനി ചോദിക്കാൻ പറ്റുമോ, എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? പഠിച്ചിട്ട് പണ്ഡിതനാവാനാണോ? ഇതൊക്കെ നിങ്ങൾക്ക് ചില ആശ്രമങ്ങളിൽ കയറിയാൽ കേൾക്കാം. ഗുരു തള്ളി മറിക്കുന്നതാണ്. പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല, പിള്ളേരും ഈ വാഴ്ത്താരിയായിട്ട് നടക്കും. ആരെ കിട്ടിക്കഴിഞ്ഞാലും ചോദിക്കുക, എന്തിനാണ്? പണ്ഡിതനാവാനാണോ? ആടോ, പണ്ട എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വാല്യൂ ഉണ്ട്. നിന്നെ പോലെ മണ്ടനായാണല്ലത് ഇവിടെ പറഞ്ഞത്, പണ്ഡിതോ മേധാവി അല്ല. മനസ്സിലായോ? കാരണം അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ വലിയൊരു ആശ്രമത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സാധനമാണ്. എന്തിനാണ് പഠിക്കുന്നത്? പണ്ഡിതനാവാനാണോ? ഇതൊക്കെ അവരുടെ കുറ്റമല്ല, അവരുടെ ഗുരുക്കന്മാര് തള്ളിമറച്ചിരിക്കുന്നതുകൊണ്ട് പിള്ളേർ വിചാരിക്കുന്നത് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി ടീക്കെ തന്നെ ആദിപദാത് മനന നിധ്യാസനാദയോ ഗ്രാഹ്യ. ഇത് എവിടെയുള്ള ആദിപദമാണ്? നിങ്ങൾ 52-ാമത്തെ പേജിൽ ശ്രുത്യാദയോ അനുഭവാദയശ്ച എന്നുള്ള സിദ്ധാന്തവശം പറയുന്നില്ലേ? അവിടത്തെ അനുഭവാദികളിലെ അനുഭവം കൊണ്ട് അനുമാനം, മനനം ഇതെല്ലാം എടുത്തോളുക. മരണ നിധിധ്യാസനം, ശ്രവണം വന്നു കഴിഞ്ഞു, ശ്രവണത്തോടുകൂടെ മരണ നിധിധ്യാസനം ഇതെല്ലാം വേണം. തത്ര ഹേതുമാഹ. എന്തിനാണ് മനനാദികൾ അപേക്ഷിക്കുന്നത്? ഈ ബ്രഹ്മജ്ഞാനം. അതിന് കാരണം പറഞ്ഞതാണ്, ഈ ബ്രഹ്മജ്ഞാനം അനുഭവത്തിൽ അവസാനിക്കുന്നതാകുന്നു. അനുഭവം എന്നുള്ളത് ദൃഢാപരോക്ഷ ജ്ഞാനമാകുന്നു. അവിടെ എന്തിനാണ് മനനം? പ്രമേയ സംശയ നിവൃത്തിക്കായിട്ട് മനനം. എന്തിനാണ് നിധിധ്യാസനം? അസംഭാവന നിവൃത്തിക്കായിട്ട് നിധിധ്യാസനം. അതായത് ശ്രവണത്തിൽ നിന്ന് പ്രമാണത്തിലെ സംശയം മാറി കിട്ടിയാലും എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ അവതരിപ്പിക്കാനായിട്ട്
വേദം എന്നുള്ളൊരു ശ്രുതി പ്രമാണമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയം വരും, ശ്രുതി പ്രമാണമായിട്ടുണ്ട്. അപ്പോഴും പ്രമേയമായിരിക്കുന്ന വസ്തുവിന്റെ കാര്യത്തിൽ സംശയം നിലനിൽക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മനനം. ഇപ്രകാരം പ്രമേയത്തിന്റെ കാര്യത്തിലെ സംശയം മാറിക്കിട്ടിയാൽ പോലും വസ്തുവിന്റെ ബോധം ഉണ്ടായാലും ചിലപ്പോൾ അങ്ങനെയൊന്ന് സംഭവിക്കാമോ, സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിലും ഈ ഒരു നിത്യശുദ്ധൻ സംഭവിക്കുമോ? കാരണം ഇത്രയും വലിയ ജഗത്ത് കാണുന്നേരം ഇതിന്റെ സ്രഷ്ടാവല്ലേ ശരി, അല്ലാതെ ജഗത്തില്ലാതെ കേവലം ബ്രഹ്മം അല്ലല്ലോ ശരി എന്ന് ആർക്കും സംശയം തോന്നാം. ടീക്കേ, അവിടെയാണ് നിധിധ്യാസനം കാരണമാവുന്നത്. നിധിധ്യാസനത്തിലൂടെ അസംഭാവന നിവൃത്തി നടന്നു കഴിഞ്ഞാൽ ബ്രഹ്മവസ്തുവിന്റെ ബോധം സിദ്ധിക്കുന്നർത്ഥം. ഇനി തത്ര മുക്ത്യർത്ഥം ബ്രഹ്മജ്ഞാനസ്യ ശാബ്ദസ്യ സാക്ഷാത്കാര അവസാനത്വ അപേക്ഷണാത് പ്രത്യഭൂത സിദ്ധബ്രഹ്മഗോചരത്വേന സാക്ഷാത്കാര ഫലകത്വ സംഭവാത് തദർത്ഥം മനനാദ്യപേക്ഷായുക്ത. മുക്തിക്കായിട്ട് ബ്രഹ്മജ്ഞാനസ്യ ശാബ്ദസ്യ, ശബ്ദത്തിൽ നിന്ന് മാത്രമേ ജനിക്കത്തുള്ളൂ പോലും ബ്രഹ്മജ്ഞാനം. അത് ശരിയാണോ? വെട്ടിക്കളയണ്ടേ ഇങ്ങനത്തെ പങ്ക്തികളൊക്കെ? ഗുരുവിന്റെ കാല് തലയിൽ വെക്കുമ്പോഴല്ലേ ഞാൻ ഉണ്ടാവേണ്ടത്? അല്ലേ? ടീക്കാരനൊക്കെ എന്ത് കണ്ടിട്ട് അങ്ങനെ എന്ത് അഹങ്കാരമാണല്ലേ എഴുതി പിടിപ്പിക്കുന്നതേ. മോശം പരിപാടി അതൊക്കെ. പക്ഷെ ഇതാണ് സിദ്ധാന്തം. മുക്തിയർത്ഥം ശാബ്ദജ്ഞാനം എന്നുള്ളത്, മുക്തിയർത്ഥം ബ്രഹ്മജ്ഞാനസ് ശാബ്ദസ്യ, ശാബ്ദമാണ് ബ്രഹ്മജ്ഞാനം. പക്ഷെ അത് മുക്തിക്ക് കാരണമാവണമെങ്കിൽ എവിടം വരെ എത്തണം? സാക്ഷാത്കാരം വരെ വേണം. സാക്ഷാത്കാര അവസാനത്വാപേക്ഷണാത്, സാക്ഷാത്കാരത്തിൽ അവസാനിക്കുന്നതാണ് ആര്? ബ്രഹ്മജ്ഞാനം. അതിനെ സാക്ഷാത്കാരത്തിൽ അവസാനിക്കുക എന്നുള്ളതിനെ അപേക്ഷിക്കുന്നുണ്ട് ബ്രഹ്മജ്ഞാനം മുക്തി കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എനിക്കും ഈ ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മവസ്തുവിന്റെ ബോധം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവുന്നുണ്ട്. ആ ബോധം സ്വാമിജി ഒരു പ്രത്യേകം ഒരു വൃത്തി മാത്രമായിരിക്കുള്ളൂ. അത് മാറിയും വന്നും പോയിക്കൊണ്ടിരിക്കാനല്ലോ അല്ലെ? സാക്ഷാത്കാരം പോലും വൃത്തി മാത്രമാണ്. തന്നെയാണ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഉരുണ്ടിട്ടാണോ ചതുരത്തിലാണോ? ഇത് പ്രശ്നം എന്താ പറഞ്ഞാൽ ഗുരുക്കന്മാരെ അധികം അപേക്ഷിക്കല്ല ഉണ്ണി. പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിറകുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഈ സാധനം പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഗുരുമുഖികൾ. ഞാൻ ഗുരുമുഖിയല്ല, ഞാൻ പ്രമാണമുഖിയാ. എന്റെ ഗുരു പ്രമാണത്തെ അപേക്ഷിച്ചിട്ടേ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പ്രമാണമില്ലാതെ വെറും ഗുരുമുഖി അല്ലായിരുന്നു എന്റെ ഗുരു. അതുകൊണ്ട് നമ്മൾ ആ പ്രസ്ഥാനത്തോടത്തില്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും അന്ധക്കരണ വൃത്തിയാണ്. ഈ ജഡമായിരിക്കുന്ന അന്ധക്കരണ വൃത്തിയാണ് ജഡമായിരിക്കുന്ന അജ്ഞാനം നശിപ്പിച്ചിട്ട് സാക്ഷാത്കാരമായിരിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ പ്രദാനം ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഗുരുവിന്റെ അനുഗ്രഹം അതെല്ലാവർക്കും കിട്ടുമൊന്നുമില്ല, സ്പെഷ്യൽ ആൾക്കാരുണ്ട് അതിന്. പ്രത്യഗ്ഭൂത സിദ്ധബ്രഹ്മഗോചരത്വേന സാക്ഷാത്കാര ഫലകത്വ സംഭവാത്, സാക്ഷാത്കാരത്തിൽ അവസാനിക്കുന്നതാണിത്. എങ്ങനെ? പ്രത്യഗ്ഭൂതം, പ്രത്യക് സ്വരൂപം എന്നർത്ഥം. ഏത്? ഞാനായിരിക്കുന്ന വസ്തു. പ്രത്യക് എന്നുള്ളത് ഞാനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്. ഇത് സിദ്ധവസ്തു ആയതിനാൽ, സിദ്ധബ്രഹ്മത്തിന് വിഷയീകരിക്കുന്നതായതിനാൽ സാക്ഷാത്കാര ഫലകത്വ സംഭവാത്, അത് സാക്ഷാത്കാരം എന്നുള്ള ഫലത്തിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ടത് വേണം തദർത്ഥം മരണാദ്യപേക്ഷായുക്ത. ഈ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്നതാണ് പ്രത്യഗ്ഭൂതമായിരിക്കുന്ന ബ്രഹ്മത്തെ വിഷയീകരിക്കുന്ന പരോക്ഷജ്ഞാനം. അതിനാല് മരണാദി അവിടെ അപേക്ഷിക്കുക എന്നുള്ളത് ശരിയാണ്. എവിടെ ആവശ്യമില്ല? ധർമ്മത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. കാരണം ധർമ്മം ഒരിക്കലും അപരോക്ഷത്തിൽ എത്തിച്ചേരുന്നില്ല. അപരോക്ഷ ഉദ്ദേശം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അപരോക്ഷമല്ലേ? ആ അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ ആ പങ്ക്തി ആദ്യം തന്നെ ഒന്ന് മാറ്റിയത്, ദൃഷ്ടഫലകം എന്ന അർത്ഥത്തിലെടുത്തത്. ടീക്കേ, ധർമ്മേതു നിത്യപരോക്ഷേ, അതായത് ചില വസ്തുക്കള് പരോക്ഷമാണെങ്കിലും മറ്റു പ്രമാണത്താൽ അത് അപരോക്ഷമാവാം. ചില വസ്തുക്കള് എന്നും പരോക്ഷമായിരിക്കും. ധർമ്മത്തിനൊന്നും ഒരിക്കലും നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അവൻ ധർമ്മിയാണ്, അവൻ അധർമ്മിയാണെന്നൊക്കെ, അല്ലെ ഞാൻ ധർമ്മിയാണ്, ഞാൻ അധർമ്മിയാണെന്നൊക്കെ നമുക്ക് അതിന്റെ കാര്യമായിരിക്കുന്ന സുഖദുഃഖങ്ങളിലൂടെ അനുമാനമേ നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ധർമാധർമ്മങ്ങളെല്ലാം നിത്യ പരോക്ഷമാണ്. ധർമ്മേതു നിത്യ പരോക്ഷേ സാധ്യേ വയ്ക്കും, ധർമ്മത്തെ സാധ്യമാക്കി എടുക്കുക. സാക്ഷാത്കാരസ്യ അനപേക്ഷിതത്വാത് അസംഭവാച്ച, സാക്ഷാത്കാരത്തിന്റെ അപേക്ഷയുമില്ല, അതിട്ട് സംഭവിക്കത്തുമില്ല. അതുകൊണ്ടത് പറ്റി ശ്രുത്യ നിർണയമാത്രം അനുഷ്ഠയാപേക്ഷിതം, അനുഷ്ഠാനത്തിനായിട്ടേ, കർമ്മത്തിന്റെ അനുഷ്ഠാനം. അതുകൊണ്ട് ആ കർമ്മം ധർമ്മം എന്നുള്ള സമാനാർത്ഥം വരുന്നത്. ധർമ്മത്തെ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ അനുഷ്ഠിക്കുകയാണ്. അതിന് എന്തിന്റെ ആവശ്യമുള്ളൂ? ശ്രുത്യാദികളുടെ ആവശ്യമുള്ളൂ. അതായത് ശ്രുതിലിംഗ വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഈ കർമ്മം ചെയ്താൽ ഇന്ന ഫലം. ഇതെങ്ങനെ ചെയ്യണം ഇനി പറയും. അത് സ്വർഗ കാമോ യചേത ഇത്യാദി വാക്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിനായിട്ട്
ദർശപൂർണമാസാദി യാഗങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? പ്രയാജാദികളോട് കൂടെ ചെയ്യണം. ഇങ്ങനെ അതിന്റെ നിരൂപണം നടത്തും. ലിംഗാദേസ്തു ശ്രുത്യർത്ഥഭൂത ഏവ ശ്രുതിദ്വാര നിർണയോപയോഗിത്വേന അപേക്ഷന്തേ ന മരണാദേഹ അനുപയോഗാദിത്യർത്ഥഃ. ശ്രുതിക്ക് ശേഷം ഈ ലിംഗശബ്ദത്തിനർത്ഥേ നിങ്ങളുടെ അനുമാന സ്ഥലത്തിലെ ലിംഗമല്ല കേട്ടോ. ശബ്ദസാമർത്ഥ്യം ലിംഗം എന്ന് പറയും. ഇത് പൂർവമീമാംസ സിദ്ധാന്തമാണ്. ഒരു ശബ്ദത്തിന്റെ സാമർത്ഥ്യമാണ് അതിൽ നിന്ന് ഇന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശ്രുതിക്ക് ശേഷം പ്രമാണമാണ് ലിംഗം, അതിനുശേഷം വാക്യം, അതിനുശേഷം പ്രകരണം, അതിനുശേഷം സ്ഥാനം, അതിനുശേഷം സമാഖ്യ എന്ന് വരും. ഇതിൽ ശ്രുതി എന്നുള്ളത് ലിംഗാദികളെ അപേക്ഷിക്കാതെ തന്നെ നേരിട്ട് സ്വന്തം അർത്ഥത്തെ ബോധിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒന്നിനെ അപേക്ഷിക്കാത്തതിനാൽ ശ്രുതിയെ നിരപേക്ഷോ രവഹ എന്ന് പറയാം. രവം എന്ന് പറഞ്ഞ ശബ്ദം. ഇതെല്ലാം ശബ്ദമാണെങ്കിലും നിരപേക്ഷമായിരിക്കുന്ന മറ്റ് ലിംഗാദികളെ അപേക്ഷിക്കാത്ത വാക്യമാണെന്ത്? ശ്രുതി എന്നുള്ളത്. ലിംഗമായിരിക്കട്ടെ ശ്രുതി അപേക്ഷിച്ചും കൊണ്ടാണ് സ്വന്തം കാര്യം പറയത്തുള്ളൂ. വാക്യമാണെങ്കിൽ ലിംഗത്തെയും ശ്രുതിയെയും അപേക്ഷിച്ചുകൊണ്ട് കാര്യസിദ്ധി നടത്തും. ചിലപ്പോൾ അല്ലാതെയും കാണാം. നോക്കിയോ, ലിംഗാദയസ്തു ശ്രുതി അന്തർഭൂത ഏവ, ശ്രുതിയിൽ അന്തർഭവിച്ചും കൊണ്ട് തന്നെയാണ് ലിംഗ വാക്യാദികൾ പോലും. ശ്രുതി ദ്വാര ഉണ്ടോ, ശ്രുതി വഴിയാണ്. ലിംഗാദികൾ നേരിട്ടല്ല ബോധിപ്പിക്കുക, ശ്രുതി വഴി നിർണയോപയോഗിത്വേന ധർമ്മത്തിന്റെ നിർണയത്തിന് ഉപയോഗിയാണ് ലിംഗാദികൾ എന്നുള്ളതിനാൽ ന മനനാദേഹ അപേക്ഷന്തേ. അപേക്ഷ ആരുടെ അപേക്ഷയുള്ളത്? ലിംഗാദയ അപേക്ഷന്തേ. ലിംഗാദികളെയാണ് ശ്രുതികൾ അപേക്ഷിക്കുന്നത്, ആരെയല്ല? മനനാദികളല്ല. എന്തുകൊണ്ടാ? അനുപയോഗ. അവിടെ ഒരു ഉപയോഗമില്ല. അതായത് അവിടെ കേട്ടിരിക്കുന്ന എപ്രകാരമാണോ അതിനനുസരിച്ച് കർമ്മം ചെയ്താൽ ഫലം കിട്ടും. അവിടെ ഇനി മനനം, യുക്തി ഇതൊന്നും കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ ബ്രഹ്മജ്ഞാന സ്ഥലത്ത് മരണാദികൾ ആവശ്യമാണ് താനും. ഇനി നമ്മൾ പറയാണ് എന്തൊക്കെയാണ് നല്ലത്. നിരപേക്ഷ ശബ്ദ ശ്രുതി. ശ്രുതിലിംഗവാക്യ പ്രകടന സ്ഥാന സമാഖ്യയിലെ ഓരോ അർത്ഥം പറയാണ്. ലിംഗാദികളെ അപേക്ഷിക്കാത്ത ശബ്ദമാണ് ശ്രുതി എന്നുള്ളത്. ശബ്ദസ്യ അർത്ഥപ്രകാശന സാമർത്ഥ്യം ലിംഗം. സാമർത്ഥ്യം ശബ്ദശബ്ദാനം ലിംഗമിത്യ വിധീയത എന്ന് പറയും. ശബ്ദത്തിന്റെ സാമർത്ഥ്യത്തെയാണ് ലിംഗം എന്ന് പറയുന്നത്. അതായത് ആ ശബ്ദത്തിൽ നമ്മൾക്ക് എന്താണ് പറഞ്ഞത് എന്നുള്ള ശബ്ദത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് മനസ്സിലാക്കുക. ഇത് ഇന്ന് ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞതെന്നുള്ളത്. പദം എന്താണ്? പദം യോഗ്യതര പദാകാംക്ഷം വാക്യം. യോഗ്യമായിരിക്കുന്ന ഒരു മറ്റൊരു പദത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ പദമത്തെയാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത്. പരസ്പര ആകാംക്ഷിതമായിരിക്കുന്ന പദങ്ങളാണ് വാക്യം. അംഗവാക്യ സാപേക്ഷം പ്രധാനവാക്യം പ്രകരണം. ഒരു പ്രകരണം എന്ന് പറഞ്ഞാല് ഒരു പ്രധാന വാക്യം ഉണ്ടാവും, മറ്റ് അംഗവാക്യങ്ങളും ഉണ്ടാവും. അംഗവാക്യവും പ്രധാനവാക്യവും കൂടി ചേർന്നിട്ടാണ് പ്രകരണം എന്ന് പറയുന്നത്. ഇതിന് ഉഭയാകാംക്ഷ പ്രകരണം എന്നാണ് മീമാംസയിൽ പറയാം. ക്രമപഠിതാനാം അർത്ഥാനാം ക്രമപഠിതൈർ യഥാക്രമം സംബന്ധ സ്ഥാനം. ക്രമത്തിൽ പഠിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവിടെ വായിച്ചിരിക്കുന്ന, അതേപോലെ എഴുതിയിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. ठीक है. ക്രമപഠിതാനാം അർത്ഥാനാം ക്രമപഠിതൈർ യഥാക്രമ സംബന്ധ. അതായത് അതിന് ഡീറ്റെയിൽ നോക്കി അപ്പം മനസ്സിലാവും. യഥാ ഐന്ദ്ര അഗ്നിയാദേഹ ഇഷ്ടയോ ദശക്രമേണ പഠിതാഹ. ഇന്ദ്രസംബന്ധിയായിരിക്കുന്ന കർമ്മത്തെ ഐന്ദ്രി, അഗ്നിസംബന്ധിയായിരിക്കുന്ന കർമ്മത്തെ ആഗ്നേയ, ഇങ്ങനെ വരും. ഐന്ദ്ര അഗ്നിയാദേഹ ഇഷ്ടയോ. ഇഷ്ടി എന്ന് പറയാൻ അർത്ഥം ദതി ഗൃഹാദികളുള്ള നെയ്യ്, പാല് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള യാഗത്തെയാണ് ഇഷ്ടി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ദശക്രമേണ പഠിതാഹ. ഈ ദേവതകളെ സംബന്ധിച്ച് ക്രമത്തിൽ 10 മന്ത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ദശമന്ത്രാശ്ച ഇന്ദ്ര അഗ്നി രോചന ദിവി ഇത്യാദേഹ തത്ര. അവിടെ ദശമന്ത്രങ്ങളുണ്ട്. എങ്ങനെ? ഇന്ദ്ര അഗ്നി രോചതേ ദിവി. ഇവ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് യഥാസംഖ്യ മനുദേശ സമാനം എന്ന് നിങ്ങൾക്ക് വ്യാകരണത്തിൽ കാണാം. 10 മന്ത്രമുണ്ട്, 10 ദേവതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ മന്ത്രത്തെ ഓരോ ദേവതയായിട്ട് അന്വയിച്ച് പിടിപ്പിച്ചുകൊള്ളുക. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനം. പഠിതാനാം ക്രമപഠിതൈർ യഥാക്രമ സംബന്ധ. ഓരോ ദേവത സംബന്ധിയായിട്ട് ഓരോരോ ദേവതാ ആഹ്വാനം നടത്തുന്ന മന്ത്രങ്ങളെ സംബന്ധിപ്പിക്കുക എന്നുള്ളതാണ് സ്ഥാനം എന്ന് പറയുന്നത്. സ്ഥാനം സന്നിധി. യഥാ പ്രഥമ മന്ത്രസ്യ വിനിയോഗ, പ്രഥമ ഇഷ്ടൗ പ്രഥമ മന്ത്രസ്യ വിനിയോഗ ഇത്യാദി ഊഹനീയം. പ്രഥമ ഇഷ്ടിസ്ഥലത്ത് പ്രഥമ മന്ത്രം, ദ്വിതീയ ഇഷ്ടിസ്ഥലത്ത് ദ്വിതീയ മന്ത്രം. ഇതെന്താ? ഓരോരോ ദേവതയും മാറുന്നതനുസരിച്ച് ഇഷ്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കർമ്മം ഒറ്റയൊന്നും ഉണ്ടാകത്തുള്ളൂ, അനേക കർമ്മം അല്ലത്.
അനേക കർമ്മം എന്ന് പറയാൻ കാരണം ദേവത മാറുന്നതുകൊണ്ട് മന്ത്രം മാറിയതിനാലാണ്. സംജ്ഞാസാമ്യം സമാഖ്യ. യൗകിക ശബ്ദത്തെയാണ് സമാഖ്യ എന്ന് പറയുന്നത്. അതെന്താന്ന് നോക്കുക. യഥാ ആദ്യവ സംജ്ഞകാനാം മന്ത്രാണാം ആദ്യവ സംജ്ഞകേ കർമ്മണി വിനിയോഗ ഇത് വിവേക. ചില കർമ്മങ്ങളുടെ പേരാണ് ആദ്യവം. അദ്ധരു എന്ന് പറഞ്ഞാൽ ആരാ? യജുർവേദത്തിന്റെ ഋത്വിക്കാണ് അദ്ധരു. സാമവേദത്തിന്റെ ഋത്വിക്കാണ് ഉദ്ഘാത. ഋഗ്വേദത്തിന്റെ ഋത്വിക്കാണ് പോത. അഥർവവേദത്തിന്റെ ഋത്വിക്കാണ്, 4 വേദത്തിന്റെ ജ്ഞാത എന്നും പറയും. ठीक है, ബ്രഹ്മ എന്ന് പറയും. ഇങ്ങനെ ഇങ്ങനെ 4 പേരുണ്ട്. അത്രയും 4 പേര് മാത്രമല്ല, ബാക്കി നിങ്ങൾക്ക് മുണ്ടകത്തില് അഷ്ടാദശോക്തം എന്നുള്ള മന്ത്രം എടുത്ത് വായിക്കി. അവിടെ നിങ്ങൾക്ക് ഓരോ 4 വേദങ്ങളിൽ നിന്നുള്ള 4 പേരെ കാണാം. ठीक, അങ്ങനെ 4 16 യജമാനും പത്നിയും 18 പേരും ഇവിടെ കഴിഞ്ഞുള്ള വിനിയോഗി വിവേക. പിന്നെ എന്താണ്? ഏവം താവത് ബ്രഹ്മ. പങ്ക്തി കറക്ഷൻ നടത്തണേ. മരണാദി അപേക്ഷം എന്നാണ് പങ്ക്തിയെങ്കിൽ മരണാദി അനപേക്ഷ നാക്ക്. ദ്യാക്ക് ശേഷം ഒരു നാ ചേർക്ക്. മരണാദി അനപേക്ഷം. ഏവം താവത് ഇപ്രകാരം ബ്രഹ്മ മരണാദി അനപേക്ഷം. പൂർവപക്ഷി പ്രസംഗാണ്. ബ്രഹ്മവസ്തു മരണാദികളൊന്നും അപേക്ഷിക്കുന്നില്ലെന്ന്. എന്തുകൊണ്ടാ? വേദാർത്ഥമായതിനാൽ. വേദാർത്ഥത്വാദം ഏതുപോലെ? ധർമ്മം പോലെ. ഇത്യനുമാനെ എന്ന അനുമാനം നടത്തുമ്പോൾ ഇനിയും പങ്ക്തി കറക്ഷൻ ആവശ്യമുണ്ടോ? സാധ്യവത്വേന ധർമ്മസ്യ അനുഭവ അയോഗ്യത്വം അനപേക്ഷിതാനുഭവത്വം ച ഉപാധിരിത്യുക്തം. അവിടെ സാധ്യത്വേന എന്നല്ലേ നിങ്ങളെ പങ്ക്തി ഉള്ളത്? അല്ല സാധ്യപത്വേന എന്നാണോ? സാധ്യത്വേനാന്നാണ്. സാധ്യത്വേന. ശരിക്കും സാധ്യപത്വേന എന്ന് വേണമെങ്കിൽ പങ്ക്തി കറക്റ്റ് ആവത്തുള്ളൂ. അതായത് സാധ്യവത്വേന ധർമ്മസ്യ. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ഉപാധി കൊടുക്കുകയാണ്. ഉപാധിയുടെ അർത്ഥം എന്താ? സാധ്യവ്യാപകത്വ സതി സാധന അധ്യാപകത്വം ഉപാധി. അപ്പൊ സാധ്യത്തിന്റെ വ്യാപകനുമായിരിക്കും സാധനം എന്ന് പറഞ്ഞ ഹേതുവിന്റെ അധ്യാപകനുമായിരിക്കും ഉപാധി. നിങ്ങൾ ഏതിനെയാണോ ഉപാധി രൂപത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് അത് സാധ്യത്തിന്റെ വ്യാപകനുമായിരിക്കണം, സാധനത്തിന്റെ അധ്യാപകനുമായിരിക്കണം. അപ്പോൾ സാധ്യത്തിന്റെ വ്യാപകത സിദ്ധിക്കണമെങ്കിൽ ആദ്യം സാധ്യം ഉണ്ടെന്ന് തീരുമാനിക്കണ്ടേ? അപ്പൊ നോക്കിക്കോ, ധർമ്മസ്യ സാധ്യവത്വേന. ധർമ്മം സാധ്യമല്ലല്ലോ, ധർമ്മം ദൃഷ്ടാന്തല്ലേ. ദൃഷ്ടാന്തത്തിൽ സാധ്യമുണ്ടോ? സാധ്യം എന്താ ഇവിടത്തെ? മരണാദി അപേക്ഷ. മരണാദി നകാരം ചേർത്തില്ലേ? മരണാദി അനപേക്ഷത്വം സാധ്യം. ഈ ധർമ്മ മരണാദികളെ അപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ മരണാദി അനപേക്ഷത്വം സാധ്യം ഇരുന്നില്ലേ ധർമ്മത്തില്? ഇരുന്നു. അതാണ് പറഞ്ഞത് സാധ്യവത്വേന അത് പങ്ക്തി വേണം. മനസ്സിലായോ? ഞാനും ഇത് കറക്ഷൻ നടത്തിയിട്ടൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായപ്പോഴാണ് ഇവിടെ അത് അന്വയിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ധർമ്മസ്യ സാധ്യവത്വേന, ധർമ്മത്തിൽ സാധ്യരിക്കുന്നുണ്ട്. ഇനി എന്ത് വെച്ചുകൊടുത്താൽ മതി? ഉപാധി വെച്ചുകൊടുത്താൽ മതി. ഉപാധി എന്താന്ന് നോക്കിയാൽ അനുഭവ അയോഗ്യത്വം. ധർമ്മം അനുഭവ യോഗ്യമല്ല. നിത്യപരോക്ഷമായിരിക്കുന്ന വസ്തു അനുഭവം എന്നുള്ള അപരോക്ഷ ജ്ഞാനത്തിന് യോഗ്യമാവത്തില്ല. അതുകൊണ്ട് അനുഭവ അയോഗ്യത്വം ധർമ്മത്തിൽ ഇരുന്നില്ലേ? ഇരുന്നു. അപ്പൊ എത്ര സാധ്യം, എത്ര അനുഭവ അയോഗ്യത്വം എന്നുള്ള ഉപാധി കിട്ടിയില്ലേ? കിട്ടി. അപ്പം ഒരു ഉപാധിയാണ്. രണ്ടാമത്തെ ഉപാധി പിന്നെ പറയാം. ഇനി നിങ്ങള് പക്ഷം കാണും. പക്ഷം എന്താണ്? ബ്രഹ്മത്തിൽ വേദാർത്ഥത്വം എന്നുള്ള ഹേതു ഇരിക്കുന്നുണ്ടോ? അത് മരണാദികളെ അപേക്ഷിക്കുന്നുണ്ടോ? അനുഭവത്തെ അപേക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം അനുഭവ അനപേക്ഷത്വം ഇരിക്കുകയോ? ഇരിക്കത്തില്ല. അപ്പോൾ സാധനത്തിന്റെ വ്യാപകനാണോ അഭ്യാപകനാണോ മരണാദി അനപേക്ഷത്വം? അഭ്യാപകനായി. അപ്പോൾ സാധ്യത്തിന്റെ വ്യാപകനും സാധനത്തിന്റെ അഭ്യാപകനായതുകൊണ്ട് അനുഭവ അയോഗ്യത്വം എന്നുള്ളത് ഉപാധിയായി. രണ്ടാമത്തെ ഉപാധിയാണ് അനപേക്ഷിത അനുഭവത്വം. രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. അനുഭവത്തെ അനപേക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. അനപേക്ഷ അനുഭവത്വം. അതായത് സാധ്യം നിങ്ങളുടെ ധർമ്മത്തിലുള്ള ഉറപ്പാണ്. ധർമ്മമായിരിക്കട്ടെ അനുഭവത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ആ ധർമ്മത്തിൽ അനപേക്ഷിത അനുഭവത്വം, അനപേക്ഷിതമായിരിക്കുന്ന അനുഭവം. ആരുടെ? അനപേക്ഷിത അനുഭവം യസ്യ ധർമ്മസ്യ. സധർമ്മ അനപേക്ഷിത അനുഭവ തസ്യ അനപേക്ഷിത അനുഭവത്വം. ധർമ്മത്തിൽ അനപേക്ഷിത അനുഭവത്വം ഇരിക്കുന്നുണ്ട്. അതേപോലെ മരണാദി അനപേക്ഷത്വം ഉണ്ട്. അപ്പോൾ സാധ്യത്തിന്റെ വ്യാപകനായി അനപേക്ഷിത അനുഭവത്വം. ഇനി നിങ്ങൾ സാധനത്തിന്റെ അവ്യാപകന സിദ്ധിക്കാൻ വേണ്ടിയിട്ട് പക്ഷം നോക്കിയാൽ മതി. പക്ഷമാണ് ബ്രഹ്മ. അവിടെ ഹേതു ഇരിക്കുന്നുണ്ട്. അതായിരിക്കട്ടെ അനപേക്ഷിത അനുഭവമല്ല, അപേക്ഷിത അനുഭവമാണ്. അതുകൊണ്ട് അനപേക്ഷിത അനുഭവം ഇരിക്കത്തില്ല എന്നുള്ളതിനാൽ
സാധനത്തിന്റെ അഭ്യാപകനാവും. ആര്? അനപേക്ഷിത അനുഭവത്വം. ഇപ്രകാരം ഉപാധിയായി മാറും. ഉപാധി കൊണ്ടുവന്നാലുള്ള ലാഭം ഉപാധ്യഭാവത്താൽ സാധ്യാഭാവം സിദ്ധിക്കാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾ തർക്കസംഗ്രഹത്തിൽ കാണാം, എന്താ കൊടുത്ത അവിടെ? പർവ്വതോ ധൂമവാൻ മന്നേഹേ ഇത്യത്ര ആർദ്രേണത്തിന് സംയോഗ ഉപാധി. ഇങ്ങനെയുള്ള ഗുണം എന്താ പറഞ്ഞാല്, ആർദ്രേണ സംയോഗ ഉപാധി ആയി കഴിഞ്ഞാൽ ആർദ്രേണ സംയോഗത്തിന്റെ അഭാവം കൊണ്ട് എന്ത് സിദ്ധിക്കാൻ പറ്റും? ധൂമഭാവം സിദ്ധിക്കാൻ പറ്റും. ഉപാധ്യഭാവത്താൽ സാധ്യഭാവം സിദ്ധിക്കുക. ഇതാണ് ഈ പറയുന്നത്. ഉപാധി വ്യതിരേകേണ, ഉപാധിയുടെ അഭാവത്താൽ എവിടെ? ബ്രഹ്മണി മനനാദ്യ അനപേക്ഷത്വം ച ഉത്തം. സാധ്യത്തിന്റെ അഭാവം, മനനാദി അനപേക്ഷത്വ അഭാവം. ടീക്കെ, അങ്ങനെയാണ് വരിക. മനനാദി അപേക്ഷത്വം. സാധ്യത്തിന്റെ സാധ്യം എന്തായിരുന്നു? മനനാദി അനപേക്ഷത്വമാണ്. അതിന്റെ അഭാവം എന്തായിരിക്കും? മനനാദി അപേക്ഷത്വം. ആ മനനാദി അപേക്ഷത്വ രൂപ സാധ്യാഭാവം സിദ്ധിക്കാനുള്ള കാരണം എന്താ? ഉപാധിയുടെ അഭാവം. നമ്മൾ ബ്രഹ്മത്തിൽ ഉപാധികളൊന്നും ഇല്ലല്ലോ. ആ ഉപാധികളില്ലാത്തത് കൊണ്ടാണ് മനനാദി അനപേക്ഷത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? സംഗ്രഹം പഠിച്ചില്ലെങ്കിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഉപാധി നമ്മൾ വ്യതിരേ പറഞ്ഞൊന്നും മനസ്സിലാക്കണത്. മനസ്സിലാവൂല. ഒരു രക്ഷയില്ല സാധനമാണിത്. ഇത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സാധനമല്ല. ന്യായമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉപാധി എന്തെങ്കിലും പിടി കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ വിചാരിക്കും തർക്കമൊന്നും വേണ്ട, ആരും വിചാരിക്കരുത്. ഇതിന്റെ അത്രയും ഉൾവശം അറിയുന്നതുകൊണ്ട് പറയാണ്. ഞങ്ങളെ ആക്കിക്കളി വിചാരിച്ചാല് നടക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തിന്? ഈ ഉപാധിയെല്ലാം വളരെ ബേസിക് മാത്രമാണ്. ഉപാധി ഇപ്പോൾ നിങ്ങൾ സാധ്യവ്യാപകത്തെ സാധന അഭ്യാപകത്വമേ ഉപാധി കണ്ടിട്ടുള്ളൂ. ഇതല്ല, ഇതിന്റെ ചേട്ടന്മാരിനിയും വരാനുണ്ട്. സാധ്യ സമവ്യാപകത്തിൽ സാധന അഭ്യാപകത്വം, സാധ്യവ്യാപകത്തെ സതി വ്യതിരേക വ്യാപ്തിമത്തിൽ സാധന അഭ്യാപകത്വം. ഇനി എന്തൊക്കെ രീതി അവതരിപ്പിക്കവര്? ഇതെല്ലാം പഠിച്ചെടുക്കണ്ടേ? ഇനി ഇവിടെ തന്നെ സാധനാവച്ചന സാധ്യവ്യാപകത്വം വരാനുണ്ട്. എത്ര വേരിയേഷൻ വരും? ഇനി നൈയായികൻ നിർത്തി സമാധാനിക്കുന്നവരാണ് വേദാന്തി. ആ ഉപാധിയും പൊളിച്ചും കൊണ്ട് ഉപാധിക്ക് ഉപാധി കൊടുക്കുന്നത്. ഉപാധിക്ക് ഉപാധി കൊടുക്കുന്നവരെ സാധ്യവ്യാപകത്തെ സതി എന്ന് വരില്ല. വ്യാപകത്തെ സതി വ്യാപ്യ അഭ്യാപകത്വം എന്നാ വരിക. അപ്പൊ എന്തു ചെയ്യും? അപ്പൊ ഇങ്ങനെയുള്ള എത്രയോ മേഖലകൾ നമുക്ക് പഠിച്ചെടുക്കണം. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പ് പഠിപ്പിച്ചതല്ല അതേപടി തലേ കയറ്റുക എന്നല്ലാതെ അന്നപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും എന്താ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു തോന്നിച്ചിട്ടുണ്ടല്ലോ നമുക്കിത് മനസ്സിലാവും. ഇത് ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. എടാ ഇത് വേറെ ഒരു സംഭവമാണ്, ഇതിലൂടെ തന്നെ പോയാൽ ഇത് പിടികിട്ടത്തുള്ളൂ. ठीक ഉപാധിയും ബ്രഹ്മമായിട്ടൊന്നും നിരുപാധികനായിരിക്കുന്ന ബ്രഹ്മത്തെ പറയാനൊന്നല്ല വന്നത് ഇവിടെ. ഇത് അനുമാനത്തിന് ഉപാധി കൊടുത്തിരിക്കുകയാണ്, അല്ലാതെ ബ്രഹ്മത്തിന് ഉപാധി കൊടുത്തതല്ല. ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇടപെടാത്തതും. ആര് ചോദിച്ചാൽ നിങ്ങളല്ല, ഇത് ഈ പ്രസംഗത്തിൽ ആര് ചോദിച്ചാൽ ഞാൻ എനിക്ക് ആൻസർ ചെയ്യാനില്ല. കാരണം നിങ്ങൾക്ക് ആൻസർ തരണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു 2-3 പടിയെങ്കിലും കയറിയെങ്കിൽ മാത്രമേ 4-ാം പടിയിലുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഈ പടിയേ കണ്ടിട്ടില്ല, ന്യായമേ അറിയത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് കാത്തിരിക്കുക എന്നല്ല, നമ്മളിനി ന്യായം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് തർക്കസംഗ്രഹം തീർക്കണമെങ്കിൽ 6 മാസം എടുക്കും. അതിൽ നിന്നും നമ്മൾക്ക് ബുദ്ധിമുട്ടാ എന്തെങ്കിലുമൊക്കെ കൈ തടയാൻ. പിന്നെ ഈ ന്യായസിദ്ധാന്ത മുക്താവലി തീരുന്നതോടുകൂടിയാണ് ഏകദേശം ന്യായം നമ്മൾക്ക് മനസ്സിലാവുക. എന്നിട്ട് നിങ്ങൾ അതിനെ ദിനകരോടുകൂടി ന്യായസിദ്ധാന്ത മുക്താവലി ഒരു വട്ടം പഠിപ്പിച്ചാല് നിങ്ങൾ പിന്നെ നൈയായികനാണ്. കാരണം നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ മറുവശം പോകുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഭാഷ തിരിക്കാൻ പറ്റത്തില്ല, അവരുടെ ശൈലിയിലേ ചിന്തിക്കാനും പറ്റത്തുള്ളൂ. അതാണ് ഈ ആചാര്യന്മാർ കൊണ്ടുപോകുന്ന മൊത്തം ഒരു വേറെ രീതിയാണ്. അല്ലാതെ നമ്മൾക്ക് ഈ കേവല വേദാന്തിക്ക് പിടിക്കാൻ പറ്റുന്നതല്ല ഈ പങ്ക്തി. അതുകൊണ്ടാണ് ഞാൻ ഈ ഗുരുക്കന്മാർ, അതായത് ശാസ്ത്ര പഠിപ്പിക്കുന്നവരിൽ പോലും ന്യായം തൊടാതെ, ന്യായം ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത് കേൾക്കേണ്ട ഗതികേട് വരാറുണ്ട്. ഓ ന്യായം അത് ബുദ്ധി കസർത്തല്ലേ, എത്ര പേര്. കാരണം ന്യായം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ കുറവാ, വേദാന്തം പലരും പഠിപ്പിക്കും. അവരും ഇതിനെ ദുഷിപ്പടിക്കും. ഏത്? ന്യായം വേണ്ട. ന്യായം എന്തിനാ വേദാന്തം പഠിക്കാനെന്നാണ് ചോദിക്കുക. ഇപ്പം കണ്ടോ നിങ്ങൾ ഓരോ സ്ഥലത്ത് ന്യായം ഇല്ലെങ്കിൽ എന്ത് പെടാപ്പാട് പെടും എന്നുള്ളത് മനസ്സിലായോ? നമ്മൾ ആ ഫോക്കസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു പിന്നെ 20-25% കിട്ടും. 25% കാര്യം നടക്കൂലല്ലോ. അവരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉപാധി ചിലപ്പോൾ ഉപാധിയാവും, ചിലപ്പോൾ ഉപാധി ആവൂല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഉപാധിയുടെ പൊക്കത്ത് ഒരാള് നിങ്ങളുടെ, ഇപ്പൊ നിങ്ങൾ സാധ്യവ്യാപകത്വവും സാധന അഭ്യാപകത്വവും ചെയ്തു, അങ്ങനെ വേറൊരു ദൃഷ്ടാന്തം തന്നിട്ട് പറയാണ് ഇത് സാധന അഭ്യാപകത്വമല്ല വ്യാപകത്വം ഉണ്ട്, എന്ത് ചെയ്യും? അപ്പൊ അതും
ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നല്ല നൈയായികൻ വടു നിർണയം ഒരു രക്ഷയില്ല. ठीक है, ന്യായം ശരിക്കും പഠിച്ചെടുക്കണം. വർഷങ്ങളുടെ മെനക്കേട് ന്യായത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ വേദാന്തം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചുറ്റുപാടൊക്കെ മനസ്സിലാക്കാം എന്നല്ലാതെ വേദാന്തം മനസ്സിലായി എന്ന് പറയരുത് ഒരിക്കലും. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ എത്രയോ മുന്നേ 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട്. രാമകൃഷ്ണ മിഷനിൽ നിന്ന് പണ്ട് വിട്ടച്ച് പോയ അങ്ങനെ വേറെന്താ അറിയത്തില്ല, അങ്ങനെ ഉത്തരകാശിയിലൊക്കെ താമസിച്ച മനുഷ്യനാണ്. അങ്ങേര് അവരോട് പറയും, നിങ്ങൾ വേദാന്തം പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായിട്ടും ന്യായം പഠിക്കണം. ഇനി ന്യായം പഠിക്കാനുള്ള സാമർഥ്യം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ന്യായം പഠിച്ച ആചാര്യന്റെ അടുത്ത് മാത്രമേ വേദാന്തം പഠിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഒരു വിഷയത്തെ അവരുദ്ദേശിച്ച ആചാര്യൻ, അതായത് എഴുതിയ ആചാര്യൻ ഉദ്ദേശിച്ച അത്രയും സെൻസിൽ അവതരിപ്പിക്കണമെങ്കിൽ ന്യായം പഠിപ്പിക്കുന്ന ആൾക്ക് അത്രയും അറിവുണ്ടായിരിക്കണം. അവിടെ ഇരിക്കുന്ന പ്രശ്നവും പരിവട്ടവും ചിലപ്പോൾ അന്ത സ്പോട്ടിലായിരിക്കും സോൾവ് ചെയ്യേണ്ടി വരിക. ഇത് തത്തപ്പാട്ട് അടിക്കാൻ പറ്റത്തില്ല, തുമ്പച്ച ഹോ വെക്കുക എന്നുള്ള രീതിയിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? പല പങ്ക്തി അവിടെ ഇരുന്നിട്ട് ആലോചിക്കണം, എന്നിട്ടായിരിക്കും നമ്മൾ അതിനെ സമീകരിച്ച് കൊണ്ടുപോവുക. ഇങ്ങനെ ഒരു സമീകരണം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ന്യായാവഗതി വേണം, ഇല്ലെങ്കിൽ നടക്കൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അദ്വൈതസിദ്ധി എന്ന് എടുത്ത് കേട്ടുപോവുക. അവിടെ ഈ ഉപാധിയുടെയൊക്കെ പെരുമഴ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ മനസ്സിലാവും ഇതൊക്കെ എത്ര ബെറ്റർ എന്നുള്ളത്. ഞാൻ ആരെ കുറ്റം പറയുന്നല്ല, എനിക്ക് കുറ്റം പറയേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ കുറ്റം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ എതിർപക്ഷത്ത് വയ്ക്കുകയല്ല. ഈ ഗുരുക്കന്മാർ ഇത് വേണ്ടാന്ന് പറയുന്നവരുണ്ടാവുന്ന പ്രശ്നവും പരിവട്ടവും നിങ്ങൾക്ക് തന്നെ പിന്നെ മനസ്സിലാവും, അവിടെ ഭയങ്കര നഷ്ടമായി പോയി. അതുകൊണ്ട് തന്നെ ഇവരാരും ടീക്ക് എടുക്കൂലല്ലോ, നോക്കിയാൽ മതി. ഭാഷ മാത്രം എടുത്ത് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ടീക്ക് എടുക്കാൻ പറ്റില്ല. ടീക്ക് എടുത്തു കഴിഞ്ഞാൽ അനുമാന പ്രയോഗം വന്നാൽ ഇതിലെന്തുകൊണ്ട് സാധ്യത്വന എന്നുള്ളത് നമ്മൾ സാധ്യവത്തനം ചെയ്തു? അതിന്റെ ടെക്നിക്കൽ സൈഡിൽ അങ്ങനെ വരാൻ പാടുള്ളൂ. കാരണം ദൃഷ്ടാന്തത്തിൽ സാധ്യം വെച്ചു കൊടുക്കണം. സാധ്യം വെച്ചാൽ സാധ്യവത്തായി, സാധ്യമല്ലത്. അത്ര യതി വേദാർത്ഥത്വ മാത്രേണ ബ്രഹ്മണോ ധർമ്മേണ സാമ്യം ത്വയാ ഉച്യേത തർഹി കൃതിസാധ്യത്വം വിധിനിഷേധ വികൽപ ഉത്സർഗ അപവാദാശ്ച ബ്രഹ്മണി ധർമ്മവത് സ്യുഹു ഇത്യർത്ഥഃ സ്യുരിതി. തത്ര യതി വേദാർത്ഥത്വ മാത്രേണ ബ്രഹ്മണോ തത്ര ബ്രഹ്മണഃ വേദാർത്ഥത്വ മാത്രേണ ധർമ്മേണ സാമ്യം ത്വയാ ഉച്യേത. വേദാർത്ഥമാണ് ധർമ്മവും ബ്രഹ്മവും. ആയ സ്ഥിതിക്ക് കേവലം വേദാർത്ഥമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നീ ബ്രഹ്മത്തിൽ ധർമ്മത്തിലേതുപോലെ തന്നെ സമാനത പറയുകയാണെങ്കിൽ, സമാനത എന്താ വരുന്നത്? വേദാർത്ഥമായത് കൊണ്ട് മനനാദികളെ അപേക്ഷിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണ്? തർഹി കൃതിസാധ്യത്വം, അതായത് ധർമ്മം കൃതിസാധ്യമല്ലേ? കൃതി എന്നുള്ളത് നൈയായികനെ സംബന്ധിച്ച് പ്രയത്നമാണ്. അത് ശരീരത്തിലുള്ളത് ചേഷ്ടയാണ്. ശരീരത്തിൽ ചേഷ്ട സംഭവിക്കുന്നതിന് മുന്നേ ആത്മാവിലാണ് കൃതി എന്നുള്ള പ്രയത്നം സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ രണ്ട് ഭേദം ചെയ്യുന്നില്ല. പ്രയത്നം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കാരണം ആത്മാവിൽ വേദാന്തി ഒന്നും മാനിക്കുന്നില്ല, ഉള്ളതൊക്കെ അന്ധകരണത്തിലാണ്. ഇനി അന്ധകരണത്തിൽ കൃതി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കൃതിസാധ്യത്വം എവിടെയുണ്ട്? ധർമ്മത്തിലുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. വിധി, കർമ്മത്തിന്റെ കാര്യത്തിൽ വിധിയില്ലേ? ഉണ്ട്. ചില കർമ്മത്തിൽ നിഷേധമില്ലേ? ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ അടുത്ത പേജിൽ വരെ. വികല്പമില്ലേ? ഉണ്ട്. എവിടെ? ഉദിതേ ജിഹോതി, അനുദിതേ ജിഹോതി, ഷോഡശനം ഗൃഹാതി ന ഗൃഹാതി ഇത്യാദി സ്ഥലത്ത് വികല്പമുണ്ട്. ഉത്സർഗം എന്ന് പറഞ്ഞ സാമാന്യ വിധിയാണ്. ഉത്സർഗം എന്ന് പറയുന്നത് മാ ഇഞ്ച് സർവാഭൂതാനി എന്നുള്ളത് ഒരു ഹിംസയും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഉത്സർഗമാണ്, സാമാന്യ വിധിയാണ്. പക്ഷേ അതിന്റെ അപവാദം കാണാം. എവിടെ? അഗ്നിശോമിയ പശു ആലഭേദ. അഗ്നിശോമിയം പശും ആലഭേദ. അഗ്നിശോമിയ പശുവിനെ ആലഭനം നടത്തുമെന്ന് പറഞ്ഞാൽ അവിടെ അഗ്നിശോമിയ കർമ്മസ്ഥലത്ത് പശുവിന്റെ, പശു ഉദ്ദേശിച്ച് ഗോ എന്ന അർത്ഥത്തിലല്ല കേട്ടോ, മൃഗം എന്നുള്ള അർത്ഥമാണ്. ചാകമൃഗം എന്ന് പറയും. എന്നാലും പശുയാഗം ഉണ്ടായിരുന്നു. അശ്വാലംബം ഗവാലംബം എന്നുള്ളത് ഗോവിന്റെ ആലപനമാണ്. അപ്പോൾ എല്ലാം കൊന്നു തിന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾ വൈദികന്മാരാണ്, കൊല്ലാൻ പാടില്ല എന്ന്. ഇത്ര ഇരട്ടത്താപ്പ് വേറെ ആരും നടത്തിയിട്ടുണ്ടാവില്ല. ठीक കൊന്നു. അതുമല്ല, കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് എന്നെ വളഞ്ഞു ചുറ്റി എല്ലാം കൂടിയും നിങ്ങളെ പരിസംഖ്യാവിധിയിലൂടെ നിശ്ചയിക്കുകയും ചെയ്യും. അപ്പൊ ചേട്ടാ അതൊക്കെ ആയിരുന്നു കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊന്നിട്ടില്ല, തിന്നിന്റെ പ്രശ്നം കേട്ടോ. ठीक പഞ്ചനകാഭക്ഷ്യാഹ എന്നുള്ള സ്ഥലത്ത് തീരുമാനം എടുക്കും, കൊല്ലാനും പറഞ്ഞിട്ടില്ല തിന്നാനും പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അഗ്നിശോമിയ പശുവിന്റെ കൊലപാതകമുണ്ട്. ഞാൻ പറയുന്നത് ഈ നവീനന്മാർ പറയും ഇല്ല കൊലപാതകം പറഞ്ഞിട്ടില്ല. കൊലപാതകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അപവാദം വരുന്നത്. ഇല്ലേ ഉത്സർഗം മാത്രമായിട്ട് നിന്നു പോയാൽ. മനസ്സിലായോ? ഉത്സർഗവും വരില്ല, വിധി എന്നുള്ളതിൽ നിന്ന് പോയാൽ. അപവാദം വരുമ്പോഴേ ഉത്സർഗത്തിന് സാധ്യതയുള്ളൂ. ബ്രഹ്മണി ധർമ്മവത് സിഹു, ഇതെല്ലാം ധർമ്മത്തിലുള്ളത് പോലെ തന്നെ ബ്രഹ്മത്തിലും വന്നു കയറിയാന്. ഏതൊക്കെ?
കൃതിസാധ്യമാണ് ബ്രഹ്മം എന്ന് വന്നേനെ, ബ്രഹ്മത്തിൽ വിധി മാനിക്കേണ്ടി വന്നേനെ, ബ്രഹ്മത്തിൽ നിഷേധം മാനിക്കേണ്ടി വന്നേനെ, ബ്രഹ്മത്തിൽ ഉത്സർഗം മാനിക്കേണ്ടി വന്നേനെ, ഉത്സർഗം കഴിഞ്ഞാൽ അപവാദം മാനിക്കേണ്ടി വന്നേനെ, വികല്പം മാനിക്കേണ്ടി വന്നേനെ. ഇത്രയും ദോഷങ്ങൾ വിപക്ഷേ ബാധകമാഹ. അതായത് ഇതിനെ നമുക്ക് അതിന്റെ മുന്നേ കുറച്ച് ഭാഷ്യം ഭാഗം ബാക്കിയുണ്ട്, ആ ഭാഗം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ നോക്കിയോ, കർത്തവ്യേഹി വിഷയെ ന അനുഭവ അപേക്ഷ അസ്തീതി ശ്രുത്യാധീനമേവ പ്രാമാണ്യം സ്യാത് പുരുഷ അധീന ആത്മലാഭത്വാച്ച കർത്തവ്യസ്യ. കർത്തവ്യ ഈ വിഷയെ, കർത്തവ്യം ചെയ്യേണ്ടത്, കർത്തവ്യമായിരിക്കുന്ന വിഷയം ഏതാണ്? ധർമ്മം. അതേതായിരിക്കും? യാഗമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ധർമ്മത്തിന് യാഗജന്യ അപൂർവമെന്നും യാഗമെന്നും അർത്ഥമെടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കർത്തവ്യേഹി വിഷയെ, കർത്തവ്യമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ധർമ്മം എന്നുള്ള കർമ്മസ്ഥലത്ത് ന അനുഭവ അപേക്ഷ അസ്തീതി, അനുഭവത്തിന്റെ അപേക്ഷയില്ല എന്നുള്ളതിനാൽ പിന്നെന്തായിരിക്കും അപേക്ഷ? ശ്രുത്യാധീനമേവ പ്രാമാണ്യം, അവിടത്തെ പ്രമാണം ഭജിക്കുന്നത് ആരാ? ശ്രുതിലിംഗവാക്യ പ്രകടന സ്ഥാന സമാഖ്യാകൾ മാത്രമാകുന്നു. പ്രാമാണ്യം സ്യാത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പുരുഷ അധീന ആത്മലാഭത്വാച്ച കർത്തവ്യസ്യ. കർത്തവ്യം എന്നുള്ള ക്രിയയിലല്ലേ കർത്തവ്യത വരുന്നത്. അത് പുരുഷ അധീനമായിരിക്കുന്ന ആത്മലാഭമാണ്. ആത്മലാഭം എന്ന് പറഞ്ഞാൽ ഉത്പത്തി എന്ന് ഉദ്ദേശിച്ചത്. ക്രിയയുടെ ഉത്പത്തി പുരുഷന് അധീനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിൻ്റെതോ അത് പുരുഷ അധീനമല്ല, പ്രമാണാധീനമാണ്. അപ്പം വെറുതെ പ്രമാണം കിടന്നങ്ങോട്ട് ഞാനുണ്ടാവുമോ? ഒരു പുരുഷൻ വേണ്ടേ? അതൊന്നല്ല ഉദ്ദേശിച്ചതുണ്ട്. അതായത് പുരുഷൻ ചെയ്യാം, ചെയ്യാതിരിക്കാം, തലതിരിച്ചും ചെയ്യാം. ഏത്? കർമ്മം. കർമ്മ പുരുഷൻ അധീനമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ജ്ഞാനം ഒരിക്കലും പുരുഷൻ അധീനമായിട്ടല്ല, വസ്തു അധീനം എന്ന് പറയും. അവിടെ ചില സ്ഥലത്ത് പ്രമാണമായിരിക്കുന്ന വസ്തുവിന് അധീനമെന്നും ചില സ്ഥലത്ത് പ്രമാണവും വസ്തുവും ഒരേപോലെ ആശ്രയിക്കപ്പെടുന്നുണ്ട്. ജ്ഞാനത്തിന് കണ്ണുണ്ടെങ്കിൽ രൂപത്തെ കാണാം, മൂക്കുണ്ടെങ്കിൽ മണക്കാം. അപ്പോൾ ഓരോ ജ്ഞാനവും ഭിന്ന ഭിന്ന പ്രമാണത്തെ അപേക്ഷിച്ചിട്ടാണ് ഉള്ളത്. അനുമാനമുണ്ടെങ്കിൽ അനുമതി ഉണ്ടാവും, ശബ്ദം ഉണ്ടെങ്കിൽ ശബ്ദജ്ഞാനം ഉണ്ടാവും. അപ്പോൾ ജ്ഞാനങ്ങളെല്ലാം പ്രമാണത്തെ അപേക്ഷിച്ചിട്ടാണ് ഉള്ളത്. പ്രമാണത്തെ പുരുഷൻ ഗ്രഹിച്ചാൽ അത് ശരിക്കും പ്രമാണമാണെങ്കിൽ, ദോഷങ്ങളില്ല എങ്കിൽ പ്രമേയോത്പന്നമാവും. അപ്പോൾ കർമ്മത്തിന്റെ കാര്യത്തിൽ എന്താണ്? പുരുഷ അധീനമായിട്ടാണ് കർമ്മത്തിന്റെ ഉത്പത്തി ഉണ്ടാവുന്നത്. കർത്തവ്യം എന്നുള്ളത്, ക്രിയ എന്നുള്ളത് പുരുഷൻ അധീനമായിരിക്കുന്ന സ്വരൂപം നേരിടുന്ന വസ്തുവാകുന്നു. അവിടെ എന്തുണ്ടാവും? ശ്രുത്യാദികളുടെ അപേക്ഷയേ ഉള്ളൂ. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ടീക്ക നോക്ക് എന്താ പറയുന്നത്? വിപക്ഷേ ബാധകമാഹാന്ന. വിപക്ഷം എന്ന് പറയുന്നത് അർത്ഥം ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ട് രീതിയിൽ അന്വയിക്കുക അതിന്. അപ്പോൾ അതായത് ധർമ്മത്തിൽ വിധിനിഷേധാദികൾ ഉള്ളതുപോലെ ബ്രഹ്മത്തിലും വിധിനിഷേധാദികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പുരുഷന് അധീനമായിട്ടായിരുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടാവേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. കർത്തവ്യത്തിൽ മാത്രമാണ് പുരുഷ അധീനമായിട്ടിരിക്കുന്ന ഉത്പത്തി ഉള്ളത്. കർത്തവ്യമാണെന്ത്? ധർമ്മം. ബ്രഹ്മ സിദ്ധവസ്തുവാണ്. ആയതിനാൽ അവിടെ വിധിനിഷേധാദികൾ വരത്തില്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ വിപക്ഷം കാണിക്കാം. ഇനിയും ഭാഷ്യം അല്ലേ? അല്ല, ടീക്ക തന്നെ പോട്ടെ. പുരുഷ കൃത്യധീന, പുരുഷന്റെ പ്രയത്നത്തിന് അധീനമായിരിക്കുന്ന ആത്മലാഭ. ആത്മലാഭ ശബ്ദത്തിന് അർത്ഥമാണ് ഉത്പത്തി. ആത്മാന്ന് ഉദ്ദേശിച്ചത് ധർമ്മം എന്നുള്ള കർമ്മമാണ്. അതിന്റെ ലാഭം എന്നുള്ളതാണ് ഉത്പത്തി. യസ്യ ഏതിൻ്റെതാ? യസ്യ ധർമ്മസ്യ തദ്ഭാവാത്. അതായത് അതിനുശേഷം നിങ്ങളെ ഭാഷ്യപംക്തി എന്തായിരുന്നു? പുരുഷ അധീന ആത്മലാഭത്വം എന്നാണ്. അപ്പോൾ പുരുഷ അധീന ആത്മലാഭം എന്നുള്ളതാണ് ഉത്പത്തി വരെ വരുന്നത്. ആത്മലാഭ ഉത്പത്തി. ഇനി എന്ത് അന്വയിക്കണം? തസ്യ ഭാവ, ഉത്പത്തിയുടെ ഭാവമാണ്, ഉത്പത്തിയിൽ ഇരിക്കുന്നതാണെന്ത്? ആത്മലാഭത്വം. അതിൽ നിന്ന് പഞ്ചംബന്ധം ചെയ്താൽ ആത്മലാഭത്വാതെന്ന് അർത്ഥം കിട്ടും. ഇതാണ് ടീക്കയിൽ പറയുന്നത്. തദ്ഭാവാത്. ശരിക്ക് തസ്യ ഭാവ തസ്മാതെന്ന് അന്വയിക്കേണ്ടത്. ഷോർട്ട് അടിച്ചു കളഞ്ഞാണ് ഇവര് തദ്ഭാവാത് എന്ന് പറയുന്നത്. പുരുഷാധീന ആത്മഭാവത്വാ എന്നർത്ഥം. ധർമ്മേ ശ്രുത്യാധീനമേവ അപ്രാമാണ്യമിത്യന്വയ. ഈ ധർമ്മത്തിൽ ശ്രുത്യാദികൾ മാത്രമാണ് പ്രമാണം, എന്തല്ല അനുഭവാദികൾ അല്ലെന്നർത്ഥം. അപ്പം നമുക്കിനി ബാക്കി നാളെ എടുക്കാം. ഒരു സെഷൻ കഴിഞ്ഞല്ലോ. കർത്തും അകർത്തും അന്യതാകർത്തും, ഇതിന്റെ തന്നെ വിശദീകരണമായിരിക്കും മുന്നോട്ട് പോവുക. കർത്തും അകർത്തും അന്യഥാവാകർത്തും ശക്യം ലൗകികം വൈദികം ച കർമ്മ എന്ന് പറയും. ഇത് ശ്രദ്ധിച്ചോളണം. അതായത് കർമ്മ എന്നുള്ളത് പുരുഷന് അധീനമായിട്ട് സംഭവിക്കുന്നതാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പുരുഷന് വേണമെങ്കിൽ ശ്രുതിയിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം.
ശ്രുതിയിൽ തന്നെ വികല്പം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യാം. വേണമെങ്കിൽ അവന് ചെയ്യാതിരിക്കാം, മാറ്റിയും ചെയ്യാം. അതുകൊണ്ട് പുരുഷൻ അധീനമായിട്ടാണ് കർമ്മമുള്ളത്. പക്ഷെ ഇതൊന്നും എവിടെ വരത്തില്ല? ജ്ഞാനസ്ഥലത്ത് വരത്തില്ല. അപ്പോൾ ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എന്തില്ല? പുരുഷാധീനമായിട്ട് ഒന്നുമില്ല. പുരുഷ അധീനമായിട്ടിരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഒന്നും ചിന്തിക്കാതെ കർമ്മം ചെയ്യാമെന്നുള്ളതിനാൽ ശ്രുത്യാദികൾ മാത്രം പ്രമാണമായി വരുന്നത്. ഇവിടെ ബ്രഹ്മജ്ഞാനത്തിൽ എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ട് കേവലം ശ്രുത്യാദികൾ പ്രമാണമല്ല എന്നല്ല, ശ്രുത്യാദികൾ പ്രമാണമാണ്. പക്ഷെ അവിടെ അനുഭവം വേണം, അനുമാനം വേണം. ഇനി പറ, നമുക്ക് തർക്കസംഗ്രഹമെങ്കിലും ഇല്ലാതെ എന്തെങ്കിലും മനസ്സിലാവുമോ? അപ്പൊ ശരി, നമോ നാരായണ.